എല്ലാവർക്കും നമസ്കാരം. അപ്പം ഈ ലേണിന്റെ മാത്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിന്റെ SCERT പബ്ലിഷ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ബാക്കി ചോദ്യങ്ങളെല്ലാം നമ്മൾ മുന്നേ ഉള്ള അധ്യായങ്ങളിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണുക. ഓക്കെ, അപ്പൊ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാൻഡം ആയിട്ട് അല്ലെങ്കിൽ പല പല ചാപ്റ്ററുകളിൽ നിന്ന് മിക്സ് ചെയ്ത രീതിയിലാണ്. അപ്പൊ ഓരോ ചാപ്റ്റർ വൈസ് അല്ല, നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് നീങ്ങാം അല്ലേ. അപ്പം ഒന്നാമത്തെ ചോദ്യം പറയുന്നത് ഇതാണ്: which of the numbers below can be the difference of two terms of the arithmetic sequence 10, 16, 22? അപ്പൊ ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നാൽ 1 മാർക്ക് ചോദ്യമാണ്. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ കൂടി തരാം. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ രണ്ട് ടേമുകളുടെ ഡിഫറൻസ് അല്ലെങ്കിൽ അവ തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 10ാമത്തെ ടേമിൽ നിന്നും 5ാമത്തെ ടേം ഒന്ന് മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഈ കിട്ടുന്ന ഉത്തരം വളരെ സിമ്പിൾ ലോജിക്കൽ ആലോചിച്ചാൽ 10ൽ നിന്നും 5 കുറച്ചാൽ 5 ആണെന്ന് എല്ലാവർക്കും അറിയാം, ശരിയല്ലയോ? ആ 5ന്റെ കൂടെ ഒരു ഡിയും കൂടെ കൊടുക്കുന്നതായിരിക്കും ഉത്തരം, വിച്ച് മീൻസ് 5D എന്നതായിരിക്കും ഉത്തരം. പെട്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു എക്സ്പ്ലനേഷൻ ക്ലാസ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഓർക്കുക, രണ്ട് ടേമുകളുടെ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത് എല്ലായ്പ്പോഴും കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസത്തിന്റെ ഗുണിതങ്ങളായിരിക്കും, മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞ 50ാമത്തെ ടേമിൽ നിന്നും 40ാമത്തെ ടേം കുറച്ചാൽ എത്ര എന്ന് ചോദിച്ചാൽ 50ൽ നിന്നും 40 കുറച്ചാൽ എത്ര? 10. അതിന്റെ അറ്റത്തൊരു ഡിയും കൂടി ഇട്ട് കൊടുത്താൽ 10D എന്നതായിരിക്കും ഉത്തരം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് ഡിഫറൻസ് ആകാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻ ബി ഡിഫറൻസ് ആകുന്നത് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. 10, 16, 22 എന്ന് വിളിക്കുന്നതിന്റെ കോമൺ ഡിഫറൻസ് വളരെ ഈസി ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ 6 എന്ന് നമുക്ക് കിട്ടും, ശരിയല്ലേ? 6 വീതമല്ലേ കൂടി പോകുന്നത്. അപ്പം ഈ 6ന്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കും എന്തായിട്ട് വരുന്നത്? കോമൺ ഡിഫറൻസ് അല്ല, ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഡിഫറൻസ് എത്രയായിരിക്കും. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾസോ നമുക്ക് നോക്കാം. ഒന്നാമത് കിടക്കുന്ന ഓപ്ഷൻ 40 എന്നാണ്. 40 6ന്റെ മൾട്ടിപ്പിളോ ആണോ? അല്ല, അല്ലേ? 51 6ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 28 6ന്റെ മൾട്ടിപ്പിൾ ആണോ? എന്തുകൊണ്ടാണ് 6ന്റെ മൾട്ടിപ്പിൾ? കോമൺ ഡിഫറൻസ് 6 ആയതുകൊണ്ട്. സോ ദ ലാസ്റ്റ് ഉത്തരമായി ഇവിടെ വരുന്നത് 48 ആണ്. കാര്യം 8 × 6 ആണ് 48. അപ്പൊ 8 ടേമുകളുടെ ഗ്യാപ്പ് ആയിട്ട് നമുക്ക് എന്ത് വരാം? 48 എന്ന് ഉത്തരം വരാം. സോ 2 ടേമുകളുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, അത് കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസത്തിന്റെ ഗുണിതം, മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരുന്നത്. ഓർത്ത് വെച്ചേക്കാലോ അല്ലേ? 100ാമത്തെ ടേമിൽ നിന്നും 50ാമത്തെ ടേം കുറയ്ക്കുകയാണെങ്കിൽ ഉത്തരം 50D. ആ ഡി ഇടാൻ മറക്കരുത്. ഇതാണ് അതിന്റെ ഉത്തരം. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് 1 മാർക്ക് ഒറ്റ മിനിറ്റ് താഴെ, ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എഴുതാം അല്ലേ? അപ്പൊ ഈ ഒരു ട്രിക്ക് ഓർത്ത് വെച്ചേക്കുക. എങ്കിൽ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ ദ റെക്ടാംഗിൾ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ ഈസ് ഡ്രോൺ. അല്ലെ? അപ്പൊ ചുരുക്കം പറഞ്ഞ ഈ ട്രയാംഗിളിന്റെ മിഡ് പോയിന്റുകളാണ് ദാ ഇവിടെയും ഇവിടെയും ഇവിടെയുമായിട്ട് തന്നേക്കുന്നത്. അപ്പൊ അതിനെ ഇത്രയുടെ ജോയിൻ ചെയ്തുകൊണ്ട് അവിടെ റെക്ടാംഗിൾ ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ കുത്തിടാനുള്ള പ്രോബബിലിറ്റി, മക്കളെ, ഈ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. സംഭവം സിമ്പിൾ ആണ്. ദാ ഇതിനെ ഞാൻ ഇങ്ങനൊരു ഡയഗണലും കൂടെ വരയ്ക്കുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇവിടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 ട്രയാങ്കിളുകൾ ഉണ്ടാവുന്നുണ്ട്, ശരിയല്ലേ? ഈ 4 എന്ന് വിളിക്കുന്നതാണ് നമ്മളുടെ ടോട്ടൽ ഉത്തരമായിട്ട് വരുന്നത്. സോ പ്രോബബിലിറ്റി എഴുതുമ്പോൾ എപ്പോഴും ഡിനോമിനേറ്ററിൽ 4 എഴുതി. എന്തുകൊണ്ടാ? ടോട്ടൽ പ്രോബബിലിറ്റി, ടോട്ടൽ എണ്ണമായിരിക്കണം താഴെ എഴുതേണ്ടത്. ഇതിൽ എത്ര ട്രയാങ്കിൾസിലാണ് ഷെയ്ഡ് വന്നേക്കുന്നത്? ദാ 1, 2 ട്രയാങ്കിൾസിലാണ് ഷെയ്ഡ് വന്നേക്കുന്നത്. സോ ഷെയ്ഡ് ചെയ്തതിന്റെ എണ്ണം മുകളിൽ എഴുതുന്നു. ആൻസർ ഈസ് 2/4. ക്യാൻസൽ ചെയ്താൽ 1/2 എന്ന ആൻസറിലേക്ക് നീങ്ങും. വളരെ ഈസിയാണ്. മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്തതിനെ? വളരെ വ്യത്യസ്തമായിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്തേനെ. വേണ്ടുന്നതിന്റെ ഏരിയ മണ്ടക്ക് എഴുതി വെക്കും, ടോട്ടലിന്റെ ഏരിയ എടുത്ത് താഴെ എഴുതി വെക്കും. അപ്പൊ ഇവിടെ വേണ്ടുന്നത് റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ ഏരിയ മുകളിൽ, ട്രയാംഗിൾ ആണ് എൻബൗണ്ട് ചെയ്ത് വന്നിരിക്കുന്നത്, അതിന്റെ ഏരിയ ഡിനോമിനേറ്റർ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലേ? ഓക്കെ, എങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്:
The algebraic form of an arithmetic sequence is 4n minus 3. അപ്പൊ ചുരുക്കത്തിൽ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട് xn ഈക്വൽ ടു 4n മൈനസ് 3 ആണ് അല്ലെ. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n മൈനസ് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഇതിനെയെല്ലാം ഓരോ ടേമിനെയും 4 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എന്തുകൊണ്ട് 4 പറയുന്നു? അതുകൂടെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈസിയാണ്. ദാ ഇവിടെ എന്നിന്റെ കൂടെ വരുന്ന നമ്പറാണ് 4. എന്നിന്റെ കൂടെ വരുന്ന നമ്പറാണല്ലോ കോമൺ ഡിഫറൻസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പൊ ഇവിടെ ചുരുക്കം പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നത് 4 കൊണ്ടാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമൺ ഡിഫറൻസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ശരിയല്ലേ? അങ്ങനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് വിളിക്കുന്നത് സെയിം ആയിരിക്കും. റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഇതിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ n ഇല്ല എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ 4 മൈനസ് 3, 4 3 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 1. സോ റിമൈൻഡർ വിൽ ബി 1 ആയിരിക്കും. ഇത് ചുമ്മാ അങ്ങ് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ 4നേം കാട്ടിയും ചെറിയ സംഖ്യയാണ് അപ്പുറത്ത് വരുന്നതെങ്കിൽ ഈ 4 3 അങ്ങ് കുറച്ചാൽ മതി. 4 3 കുറച്ചാൽ 1. ആ 1 ആയിരിക്കും റിമൈൻഡർ. പിടികിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചോദിക്കുകയാണ് 5n മൈനസ് 2 ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര എന്ന് ചോദിച്ചാൽ അപ്പോഴേ ഈ മൈനസ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ 5ൽ നിന്നും 2 അങ്ങ് കുറയ്ക്കുക. 5 2 കുറച്ച് എത്ര? 3. അതായിരിക്കും റിമൈൻഡർ. ഈസി അല്ലേ? ഇനി ഇത് പരീക്ഷ പോലെ ചെല്ലുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും അല്ലേ? അങ്ങനെ മറന്നു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇഷ്ടമുള്ള ഒരു ടേമിനെ കണ്ടുപിടിക്കുക. അതായത് ഈ 5n മൈനസ് 2 എന്നോ 4n മൈനസ് 3ലോട്ടോ എന്തോത്തിലോട്ടെങ്കിലും അല്ലെങ്കിൽ തരുന്ന എക്സൻ ഏതാണോ അതിലേക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പൊ 10ഓ 5ഓ അല്ലെങ്കിൽ എത്രാമത്തെയോ ഒരു ടേം അങ്ങ് കണ്ടുപിടിക്കുക. അപ്പൊ 5 ഇട്ട് കൊടുത്താൽ 5ാമത്തെ ടേം കിട്ടും. ആ ടേമിനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. സോ പരീക്ഷയ്ക്ക് മറന്നു പോയാലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ മറക്കത്തില്ല. നമ്മൾ എന്തോ ചെയ്യേണ്ടത്? മൈനസ് വന്നാൽ വലിയ വലിയ നമ്പറുകളുടെ അല്ല, ഇത് ഇടയ്ക്ക് 5നേം കാട്ടിയും ചെറിയ നമ്പറാണ് അപ്പുറത്ത് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ കിട്ടും. ഈസി അല്ലേ? അപ്പൊ ഇതേ ചോദ്യം 5n പ്ലസ് 2 വന്നാലോ? അപ്പൊ പ്ലസ് വന്നാലും മൈനസ് വന്നാലും ചുമ്മാ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 5n പ്ലസ് 2 വന്നാലോ? ഈ ചോദ്യം നമ്മൾ ഓൾറെഡി മുന്നത്തെ ഉള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ പ്ലസ് 2 ആണ് വരുന്നതെങ്കിൽ ഈസി ആയിട്ട് ആലോചിക്കുക, ആ പ്ലസ് 2 അല്ലെങ്കിൽ 2 അതായിരിക്കും റിമൈൻഡർ. അപ്പൊ ഓർക്കുക, പ്ലസ് വന്നാൽ ആ പ്ലസ് കഴിഞ്ഞ് വരുന്ന നമ്പർ ആയിരിക്കും റിമൈൻഡർ. മൈനസ് വന്നാൽ ഇത് കണക്കൊന്ന് കുറച്ച് നോക്കണം. അപ്പൊ 2 കേസായിട്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു പോയതാ. അല്ല എങ്കിൽ ഒരു ടേം കണ്ടുപിടിച്ചിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലേ? പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ ഈ 2 ട്രിക്ക് ഓർത്ത് വെച്ചേക്കുക. വളരെ പയ്യനെ നമുക്ക് സമാധാനമായിട്ട് സമയം ഇഷ്ടം പോലെ കിടക്കുകയല്ലയോ, ചെയ്യാനാണെങ്കിൽ തെറ്റിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഒരു ടേം കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. ഈസി അല്ലേ? ഓർത്ത് വെച്ചേക്കാലോ. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്, which of the following are the coordinate of the points where the graph of the polynomial തന്നിട്ടുണ്ട് x² മൈനസ് 4x intersect the x-axis. ഈ intersect the x-axis എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ സിമ്പിൾ ആണ്. ദാ ഇത് ഈക്വൽ ടു 0 എന്നെടുത്താൽ എക്സിന്റെ വില, ഇതാണ് ഇന്റർസെക്ട് ചെയ്തത് എക്സ് ആക്സിസ്. ചുരുക്കം പറഞ്ഞ ആ തരുന്ന പോളിനോമിയലിനെ ഒരു ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ, അതായത് ഈക്വൽ ടു 0 എന്നിട്ട് കൊടുത്താൽ അതിന്റെ സൊല്യൂഷൻ നമുക്കറിയാം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയാലും സാധാ ഒരു ലീനിയർ ഇക്വേഷൻ ആയാലും എല്ലാത്തിന്റെ സൊല്യൂഷൻ കാണാൻ നമുക്കറിയാലോ. അപ്പൊ ഈ സൊല്യൂഷൻ എങ്ങനെ കാണാം? നിങ്ങൾക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഇക്വേഷൻ ഇട്ട് ചെയ്തൂടെ? അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ വെച്ച് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് 1 മാർക്കാ, കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇവിടെ മറ്റേ കോൺസ്റ്റന്റ് മിസ്സിംഗ് ആ, ശരിയല്ലയോ? ഇങ്ങനെ കോൺസ്റ്റന്റ് മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമാണ്, നിങ്ങൾ കൂട്ടണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്തുവാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞാൻ ഒരു എക്സിനെ കോമൺ എടുക്കുന്നു. സോ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിൽ നിന്നും ഒരു എക്സിന് പുറത്തിറങ്ങി. അപ്പൊ ബാക്കി എന്തുണ്ട്? ഒരു എക്സ്, നടുക്കത്തെ ചിഹ്നം മൈനസ് 4xൽ നിന്നും എക്സിനെ എങ്ങ് പുറത്തെടുത്തു. ബാക്കി ആരുണ്ട്? 4 ഈക്വൽ ടു 0. ശരിയല്ലേ? ഇനിതാ 2 ഉത്തരം. വളരെ സിമ്പിളാ. ഒന്നാമത്തെ ഉത്തരം എന്ന് വിളിക്കുന്ന ഈ എക്സിന്റെ കൂടെ നമ്പർ ഒന്നും ഇല്ലല്ലോ, ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോ. നമ്പർ ഒന്നും ഇല്ലെങ്കിൽ ഒന്നാമത്തെ സൊല്യൂഷൻ 0 ആണ് അല്ലേ? ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്
ഈ എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് എടുക്കുക. സോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 4. അപ്പൊ 2 പോയിന്റുകൾ അല്ലേ? എക്സിന് 0 എടുക്കാനുള്ള കാരണം എക്സിന്റെ അവിടെ നമ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എക്സിന്റെ അവിടെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ 0 എന്നങ്ങ് എടുത്തേക്ക. ഇവിടെ എക്സ് മൈനസ് 4 ഉണ്ട്, -4നെ അപ്പുറത്തും ഉണ്ട്, +4 ആക്കി. അപ്പൊ കോർഡിനേറ്റ് പ്രകാരം എഴുതിയാൽ ഓൾറെഡി എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്, അവിടുത്തെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓ, ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്തെന്ന് കിട്ടി? 0 അല്ലയോ? ഇവിടുത്തെ കോർഡിനേറ്റ് എഴുതിയാലോ? y കോർഡിനേറ്റ് ഓൾറെഡി 0 ആണ്, കാര്യം എക്സ് ആക്സിസിലെ പോയിന്റാ. അതാണ്ട് എക്സിന്റെ വില എത്ര? 4. സോ 0 0 എന്നും 4 0 എന്നും കിട്ടി. സോ അതായിരിക്കും ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് 0 0 4 0. എളുപ്പമല്ലയോ? നമ്മൾ പറ്റിക്കാൻ വേണ്ടി ഇവിടെ -4 ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ എല്ലായ്പ്പോഴും y കോർഡിനേറ്റ് 0 എന്ന് വേണം എടുക്കാൻ. ഇതും ഇതിന് മുന്നേ ഉള്ള നമ്മുടെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുന്നേ ഉള്ള വീഡിയോകൾ കാണാൻ മറക്കണ്ട. ഈ ലേണൽ ചെക്കിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്: the 5th term of an arithmetic sequence is 10 and the 11th term is 30. അപ്പൊ നമ്മളൊന്ന് എഴുതുകയാണെങ്കിൽ ഫിഫ്ത് ടൈം നമുക്ക് തന്നിട്ടുണ്ട് 10 എന്നും അല്ലേ, ആൻഡ് ദ 11th ടൈം 11ാമത്തെ ടൈം നമുക്ക് തന്നിട്ടുണ്ട് 30 എന്നും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ 23rd ടേം ഓഫ് ദ സീക്വൻസ്? അപ്പൊ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് 2 ടേം കിട്ടിയാൽ ആദ്യം തന്നെ ആരെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസിനെ കണ്ടുപിടിക്കാം. എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നേ? ദാ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. സോ 30 - 10 ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. ശരിയല്ലയോ? 11ൽ നിന്നും 5 പോകുന്നു, -5. 30ൽ നിന്ന് 10 പോയാ ബാക്കി 20. 11ൽ നിന്ന് 5 പോയാ ബാക്കി 6. ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 10/3 എന്ന് കിട്ടും. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ 23rd ടേം ഓഫ് ദ സീക്വൻസ്? നമുക്ക് x23 കണ്ടുപിടിക്കാം അല്ലയോ? നമ്മുടെ കയ്യിൽ ഓൾറെഡി 11ാമത്തെ ടേം ഉണ്ട്, അല്ലെങ്കിൽ 5ാമത്തെ ടേം ഉണ്ട്. ഇഷ്ടമുള്ളത് എടുക്കുന്നേ. നമുക്കിപ്പോ 11 തന്നെ എടുക്കാം. x11 പ്ലസ് ഈസി ആയിട്ട് ആലോചിച്ചേ, 11ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 23 കിട്ടും? 12 13 14 15 16 17 18 19 20 21 22 23. എത്ര കൂട്ടണം? സ്വാഭാവികമായിട്ടും 12 കൂട്ടണം. ശരിയല്ലേ? അപ്പൊ ദാ 12D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x11 എത്ര? 30 പ്ലസ് 12D. സോ 12 ഇൻറ്റു D എത്ര കിട്ടി? 10/3 അല്ലേ? അപ്പം ഇത് ആദ്യം ചെയ്യാനായിട്ട് മറക്കരുത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് 30ഉം 12 കൂട്ടി വെക്കും. ചെയ്യരുതേ മക്കളെ. സോ 3 12 ക്യാൻസൽ ആയി പോയി, 4. ഉത്തരം 30 പ്ലസ് 4 ഇൻറ്റു 10 40 ഈക്വൽ ടു 70. ഈസി അല്ലയോ? എന്തെങ്കിലും പ്രയാസം ഉണ്ടോ ചെയ്യാനായിട്ട്? ഓക്കെ, എങ്കിൽ കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 27 ടേംസ് ഓഫ് ദ സീക്വൻസ്. 27 ടേമുകളുടെ പദങ്ങളുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ അതെങ്ങനെ ചെയ്യാം അല്ലേ? അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 രീതികളിൽ നമുക്കത് ചെയ്യാം. ഒന്ന്, നമുക്ക് 27 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ SN എന്ന് വിളിക്കുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്തുവാ സമ്മ് കാണാനുള്ള ഇക്വേഷൻ? n/2 ഇൻറ്റു x1 പ്ലസ് xn. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാം. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് മറ്റൊരു പരിപാടിയുടെ ചെയ്യാം. എന്തായിരിക്കും? മിഡിൽ ടേം വെച്ചൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. സമ്മ് കണ്ടുപിടിക്കാൻ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ചെയ്താൽ മതി എന്നൊരു പരിപാടിയും കൂടെ ഉണ്ട്. നമുക്ക് ആ പരിപാടി ഒന്ന് നോക്കിയാലോ? അതാണ്ടേ ഈസി ആയിട്ട് ആലോചിക്കുക. മിഡിൽ ടേം അതായത് x27 വരെ ഉള്ളതിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 27ന്റെ മിഡിൽ ടേം ആരാ? മറ്റേ രീതി നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഈ രീതി ഒന്ന് പരിചയപ്പെടുത്തി തരുവാണേ. 27ന്റെ മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കാം? 1 കൂട്ടി പകുതി എടുത്താൽ മതി. 27ന്റെ കൂടെ 1 കൂട്ടിയാ 28. 28ന്റെ പകുതി എത്രയാ? 14. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് x14നെയാണ്. x14 എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ചെയ്തതുപോലെ 11ന്റെ ടേമിന്റെ കൂടെ ഒരു 3D കൂടെ കൂട്ടിയാൽ പോരെ. സോ x11 പ്ലസ് 3D. x11 ക്വസ്റ്റ്യൻ നമുക്ക് പറയുന്നുണ്ടായിരുന്നു 30 പ്ലസ് 3 ഇൻറ്റു D നമുക്ക് തന്നിട്ടുണ്ട് 10/3. ശരിയല്ലയോ? 3 ക്യാൻസൽ ആയി പോയി. ബാക്കി 30 പ്ലസ് 10 വിച്ച് ഈസ് 40 എന്ന് കിട്ടി
അല്ലയോ? ഇനി സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലൂടെ നമ്മൾ നീങ്ങുന്നു. സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. അവിടെ ഇക്വേഷൻ വരുന്നുണ്ട്. എപ്പോഴും മിഡിൽ ടേം കണ്ടുപിടിക്കാനായിട്ട് സമ്മ് ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. മിഡിൽ ടേം മധ്യപദം സമം സമ്മ് ബൈ നമ്പർ, തുക ഭാഗം എണ്ണം ചെയ്താൽ മതി. ഇവിടെ നമുക്ക് സം അല്ലേ വേണ്ടുന്നത്. സോ ഡിവൈഡഡ് ബൈ എന്നിനെ ഇപ്പുറത്തുണ്ടെന്ന ഇൻറ്റു എൻ ആവും. സോ ഇക്വേഷൻ സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ. ശരിയല്ലയോ? ഇവിടുത്തെ മിഡിൽ ടേം നമുക്ക് കിട്ടി. എത്രയാ? 40 ഇൻറ്റു n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസിന്റെ സമ്മ? 27 ടേംസിന്റെ സമ്മാണ്. സോ 27. ആൻസർ കിട്ടിക്കണ്ടോ? കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, ഉത്തരം എഴുതി അങ്ങ് പോയാൽ മതി. 27 ഇൻറ്റു 4 ചെയ്തു നോക്കുക. സോ 7 4 28 അല്ലേ? 2 4 2 8 2 10. സോ ആൻസർ 1080. ഈസി അല്ലയോ? ഇവിടെ ചെയ്യേണ്ട ഇക്വേഷൻ എന്തുവാ? മിഡിൽ ടേം കണ്ടുപിടിക്കുക ഇക്വേഷൻ. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലായി പക്ഷെ മറ്റേതാണ് എളുപ്പം. ഓക്കെ, അപ്പോഴേ എന്ത് ചെയ്തേക്കാം? മറ്റേ ഇക്വേഷൻ ചെയ്തേക്കാം. നമ്മുടെ സമ്മിന്റെ ഇക്വേഷൻ എന്തുവാ? n/2. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, പിന്നെ x1 കണ്ടുപിടിക്കാൻ നിൽക്കണം, ഇനി 27th ടേം കണ്ടുപിടിക്കാൻ നിൽക്കണം, അനി അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി ക്യാൻസൽ ചെയ്ത് കളയണം. മെനക്കേടാന്നേ. നമ്മൾ ഒത്തിരി മെനക്കേടാൻ പോവരുത്. ഇവിടെ പിന്നെയുള്ള ഗുണം എന്തുവാന്ന് വെച്ചാൽ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇവിടെ അതങ്ങ് ക്യാൻസൽ ആയി പോകും അല്ലേ? കോമൺ ഡിഫറൻസ് ഫ്രാക്ഷൻ ആക്കി വന്ന ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മിഡിൽ ടേം ഇസ് ഈക്വൽ ടു സമ്മ് ബൈ നമ്പർ. അതായത് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അത്യാവശ്യം ഒരു മാസ്റ്റർ ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതും നമ്മുടെ മുന്നത്തെയുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കണ്ട. അപ്പം തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. വളരെ വേഗത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് പോവുകയാണ്. ചോദ്യം ഇതാണ്: the sum of 7th term and 15th term. അപ്പൊ നമുക്ക് എഴുതി തന്നെ പോവാം. 7th ടേമും 15th ടേമും കൂട്ടിയാൽ 50 എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ശരിയല്ലയോ? ദാണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. ഒന്നാമത്തെ ചോദ്യം, what is the 11th term? അതായത് x11 കണ്ടുപിടിക്കണം. ദാ ഈസി ആയിട്ടൊരു പരിപാടി അങ്ങ് പറഞ്ഞുതരാം. ജസ്റ്റ് ഈ എക്സിന്റെ താഴെയുള്ള നമ്പറുകൾ ഒന്ന് കൂട്ടി നോക്കേ. 7 15 15 7 എത്ര? 22. ശരിയല്ലയോ? ഇവിടെ തന്നേക്കുന്ന എത്ര? 11. അപ്പൊ 22ഉം 11ഉം എന്തെങ്കിലും ബന്ധമുണ്ടോ? 22ന്റെ പാതിയല്ലേ 11. അപ്പൊ ഉത്തരം വളരെ സിമ്പിളാ. ഇവിടുന്ന് ഇങ്ങോട്ട് പാതിയായി എങ്കിൽ ഇവിടെ 50ന്റെ പാതി 25. ദാണ്ട ഉത്തരം തീർന്നു. ഒറ്റ മാർക്കിൽ അങ്ങ് എഴുതിയാൽ മതി, ഒറ്റ വാക്കിൽ എഴുതി അങ്ങ് വെക്കാന്നേ. ഓർക്കുക, ഈ എക്സിന്റെ താഴെയുള്ള നമ്പറുകളുടെ വ്യത്യാസമാണ് നോക്കുന്നത്. അല്ലെങ്കിൽ അവിടെ കൂട്ടിയപ്പോൾ 22, ഇവിടെ ആയപ്പം 1 ഉള്ളു 11. 22ന്റെ പാതിയാണ് 11. സോ 50ന്റെ പാതിയാണ് 25. ഉത്തരം തീർന്നു. സിമ്പിൾ അല്ലയോ? ഓക്കെ ആണല്ലോ? എങ്കിൽ if the common difference of such an arithmetic sequence is 3, what is the 13th term? So കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 3 ആണ് എങ്കിൽ, രണ്ടാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമൺ ഡിഫറൻസ് 3 ആണ് എങ്കിൽ അതിന്റെ 13ാമത്തെ ടേം എത്ര? അതായത് x13 എത്ര? നേരത്തെ ചെയ്തതുപോലെയാണ്, ഈസി ആയിട്ട് പറഞ്ഞുകൂടെ? എങ്ങനെയാ? x11 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു 2d കൂടിയാൽ മതി. 11ന്റെ കൂടെ 2 കൂടിയാൽ 13 കിട്ടത്തില്ലയോ? സോ x11 എത്രയാ? 25 പ്ലസ് 2 ഇൻറ്റു ഡി. ഡി എത്ര തന്നിട്ടുണ്ട്? 3. സോ 25 പ്ലസ് 6, 25 6 31. ഈസി. ഇനി തീർന്നില്ല. വാട്ട് ഈസ് സം ഓഫ് ഇറ്റ്സ് 25 ടേംസ്? നേരത്തെ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കേ. 25 ടേംസിന്റെ സമ്മ് കാണണം. 25ന്റെ ടേംസിന്റെ മിഡിൽ ടേം എത്ര? 1 കൂട്ടി പകുതി എടുക്കണം. 25ന്റെ കൂടെ 1 കൂട്ടിയാ 26. 26ന്റെ പാതി 13. ആ 13 അല്ലേ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചേ. സോ സം ഈക്വൽ ടു നേരത്തെ ചെയ്തതുപോലെ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. ഇവിടെ മിഡിൽ ടേം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ അങ്ങ് പോകുന്നത്. സോ മിഡിൽ ടേം 31 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്രയാ? 25 ടേംസിന്റെ സമ്മല്ലയോ? സോ 25. ഉത്തരം കണ്ടുപിടിക്കുന്നു. 31 ഇൻറ്റു 25 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5, 15 2 17, 7. സോ ദ ആൻസർ ഈസ് 775.
ഈസി ആയിട്ട് ചെയ്തുകൂടെ മക്കളെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് ചെയ്യാനായിട്ട്? അല്ലയോ? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എഴുതി വെക്കുന്നു. ക്ലിയർ അല്ലേ? സോ നമുക്ക് തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് 1 + 2 + 3 + up to 20. അല്ലയോ? ഇതേപോലെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യം എങ്ങനെ ചെയ്യാം അല്ലേ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 1 + 2 + 3 + up to 20 അല്ലേ? അപ്പൊ ഇതിന്റെ സമ്മ് കാണണം. 1, 2, 3, 20 എന്ന് വിളിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലയോ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? n × n + 1/2. ഇക്വേഷൻ എന്തുവാ? n × n + 1/2. ഇവിടെ n എന്ന് വിളിക്കുന്നത് 20 ടേംസ് അല്ലയോ? സോ 20 ഒന്നുകൂടെ കൂട്ടണമെന്നാ റൂള്, 21/2. രണ്ടും 20ഉം ക്യാൻസൽ ആയി പോയി, 10. സോ 10 × 21 എന്ന് കിട്ടി. 10 × 21 എത്ര? 210. ഈസി അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്, 3, 6, 9, 60 വരെ. അപ്പൊ ദാ 3 + 6 + 9 + up to 60 വരെ. ശരിയല്ലയോ? ദാ ഇതും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എങ്ങനെ ചെയ്യാം. മൾട്ടിപ്പിൾസ് ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ മൾട്ടിപ്പിൾ, ഇപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഇത് വന്നേക്കുന്നത്, ആ 3 നിങ്ങൾ കോമൺ എടുക്കുക. സോ 3 × ഇത് എത്രാമത്തെ മൾട്ടിപ്പിളാ? ഒന്നാമത്തെ മൾട്ടിപ്പിൾ. 6 എത്രാമത്തെ മൾട്ടിപ്പിളാ? രണ്ടാമത്തെ മൾട്ടിപ്പിൾ. 9 എത്രാമത്തെ മൾട്ടിപ്പിളാ? മൂന്നാമത്തെ മൾട്ടിപ്പിൾ. അങ്ങനെ 60 എത്രാമത്തെ മൾട്ടിപ്പിളാ? ഈസി, 20ാമത്തെ മൾട്ടിപ്പിൾ അല്ലയോ? 20 × 3 അല്ലേ 60. ഇതാ നോക്കിയേ, ഉത്തരം നമുക്ക് ഇപ്പോഴേ എഴുതാലോ. 3 × 1 + 2 + 3 + up to 20 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. എത്ര? 210. സോ ദാണ്ടേ 210 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, 3, 6, 630 എന്ന് ഉത്തരവും കിട്ടി. കണ്ടോ? ഒരു മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ഇതിൽ കൂടുതൽ സ്റ്റെപ്പുകളൊന്നും വേണ്ടതേ. കൂടുതൽ ഇനി n കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ, SN കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ, ഇതൊക്കെ മെനക്കേടാ അല്ലേ? അപ്പൊ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തങ്ങ് മാറ്റാം. അടുത്ത ചോദ്യം പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഹൂസ് ആൾജിബ്രിക് ഫോം ഈസ് 3n + 2. നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നേക്കുക. ഈ 3n കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തോന്നറിയാവോ? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്തിന്റെ മൾട്ടിപ്പിളാ? 3ന്റെ മൾട്ടിപ്പിൾ. ഇനി ആ മൾട്ടിപ്പിൾസിന്റെ കൂടെ ഒരു 2 കൂട്ടാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാ ഈ എഴുതി വെച്ചേക്കുന്ന 3, 6, 9 അങ്ങനെ 20 ടേംസ് അല്ലയോ? 20 ടേംസ് ആണ് 60 വരെ. ഇതിന്റെ എല്ലാം കൂടെ 2 കൂട്ടണം. സോ ഇവിടെ 2 കൂടി, ഇവിടെ 2 കൂടി, ഇവിടെ 2 കൂടി, അങ്ങനെ 60ന്റെ കൂടെ വരെ 2 കൂടി. അപ്പൊ ചുരുക്കം പറഞ്ഞ ആ മൂന്നാമത്തെ ഉത്തരം കണ്ടുപിടിക്കാൻ ഈ 630 എന്ന് വിളിക്കുന്ന ടോട്ടൽ സമ്മ് കണ്ടുപിടിച്ചില്ലയോ? അതിന്റെ കൂടെ 2, 2, 2 അങ്ങനെ 60 ടേംസ് വരെ, അങ്ങനെ 60ന്റെ കൂടെ വരെ 2 കൂടി അല്ലയോ? അപ്പൊ എത്ര 2കൾ കൂടി? 20 ടേംസ് ഉണ്ടെന്നല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. സോ 20 2കൾ കൂടി. സോ ഇതിന്റെ കൂടെ 20 2കൾ കൂടി. അപ്പൊ 3n + 2 കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തുവാ? 3ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 2 കൂട്ടണം എന്നർത്ഥം. ഈ കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്കും ഇമാതിരി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞേക്കുക ഇവര്, മൈൻഡ് ചെയ്യേണ്ടെന്നേ. സോ 20 × 2 എത്ര? 40. 630ന്റെ കൂടെ 40 കൂട്ടിയ 670. ആൻസർ കിട്ടി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ വലിയ ഇക്വേഷൻസിലോട്ട് പോയില്ല, നമ്മുടെ കോമൺ സെൻസ് ആയി യൂസ് ചെയ്തത്. 3n + 2 എന്ന് വെച്ചാൽ അർത്ഥം 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 കൂട്ടണം. ആ 2 ഇവിടെ കൂട്ടി, ഇവിടെ കൂട്ടി, ഇവിടെ കൂട്ടി, അങ്ങനെ ഓരോ ടേമിലും കൂട്ടി. അങ്ങനെ 20 ടേമുകൾ ഉണ്ടായിരുന്നു. സോ 20 2കൾ കൂടി. 22 എത്ര? 40. 630 40 കൂട്ടി എത്ര? 670. ഉത്തരം തീർന്നേ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തുകൂടെ നമുക്ക് അല്ലേ? എങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, the sum of first n terms of an arithmetic sequence is 3n² + n. അപ്പൊ 3n² + n ആണ് നമ്മുടെ സം എന്ന് പറയുന്നത്. സോ Sn = 3n² + n എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. അതാണ്ടേ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ. എങ്ങനെയാ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത്? എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി അല്ലയോ? അപ്പൊ ഉത്തരം എങ്ങനെയാ? 3 × 1² + 1 അല്ലയോ? ഈ എന്നിന് പകരവും 1 ഇട്ട് കൊടുത്തു. ഉത്തരം 3 × 1 3 തന്നെ. ഒന്നുകൂടെ കൂട്ടിയാ 4.
ശരിയല്ലയോ? ഇനി രണ്ട് ടേമിന്റെ സമ്മ് S2 കണ്ടുപിടിക്കാൻ അതും ഈ പറഞ്ഞ കണക്ക് തന്നെ ഇതിന്റെ കൂടെ 2 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. സോ 3 into 2 square plus 2. ശരിയല്ലേ? അപ്പൊ 2ന്റെ സ്ക്വയർ 4. അടുത്ത 4 into 3 12. അപ്പൊ ഇത്രയുടെ ചേരുമ്പോ എത്രയായി? 12 plus 2. 12 2 എത്ര? 14. ഈസി അല്ലയോ? ഇനി ഓർക്കുക, നമ്മൾ ഇതിനകത്തുനിന്നൊരു സൂത്രപണിയും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കാണാം? ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ദാ ഈ 3 എന്ന് വിളിക്കുന്ന സാധനം, അതായത് n സ്ക്വയറിന്റെ കൂടെ വരുന്നത് ആരോ അതിന്റെ ഇരട്ടി വേണം എടുക്കാൻ, അല്ലയോ? അപ്പോ 3യുടെ ഇരട്ടി എത്ര? 6. അതും ജസ്റ്റ് അങ്ങ് കണ്ടുപിടിക്കുന്നു. ചുമ്മാ കണ്ടുപിടിച്ചെന്നേ ഉള്ളതേ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം. ദാണ്ടെ ഫസ്റ്റ് ടേം 4 കിട്ടിയായിരുന്നു അല്ലേ? സം ഓഫ് 2 ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, അതും കണ്ടുപിടിച്ചു, 14. ശരിയല്ലയോ? സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ ഇനിയിപ്പം ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ, ഒന്ന് കൂട്ടുകയോ അല്ലെങ്കിൽ തമ്മിലൊന്ന് മൈനസ് ചെയ്തോ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം പറയുന്നതാണ് റൈറ്റ് ദ ഓൾജിബ്രിക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം വേണം. ഓൾജിബ്രിക് ഫോം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ xn എന്ന് വിളിക്കുന്നതാണ് ഓൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം. എങ്ങനെ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കുന്നത്? xn is equal to ഇക്വേഷൻ ഉണ്ട്, എന്തുവാ? dn plus f minus d അല്ലെങ്കിൽ an plus b അല്ലെങ്കിൽ a plus n minus 1 into d. ഓരോരുത്തരും ഓരോ ഇക്വേഷൻസ് ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ തൽക്കാലം ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. കോമൺ ഡിഫറൻസ് 6 ആണ്. സോ 6n plus f minus d. f എത്രയാ? ഫസ്റ്റ് ടൈം എത്രയാ? 4 മൈനസ് d 6 ആണ്. സോ 6n അവിടെ തന്നെ കിടപ്പുണ്ട്. 4 6 പോയാൽ -2. സോ ഉത്തരം 6n minus 2. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഏറെ ചോദ്യങ്ങൾ കണ്ടോ. നമ്മൾ വളരെ കുറച്ച് സമയങ്ങളെ എടുക്കുന്നുള്ളൂ. ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ഇതിനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും ഇത്തരത്തിൽ സ്റ്റെപ്പുകളെ നമ്മൾ മനസ്സിലാക്കി എഴുതിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തോട് പോയാലോ? ചോദ്യം ഇതാണ്. The perimeter of a rectangle is 80 centimeter and the area is 396 square centimeter. അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു റെക്ടാങ്കിളിന്റെ കേസ് ആണ് പറഞ്ഞേക്കുന്നത്, ഒരു ചതുരത്തിന്റെ കേസ് ആണ് പറഞ്ഞേക്കുന്നത്. പെരിമീറ്റർ തന്നിട്ടുണ്ട് 80 സെന്റിമീറ്റർ. മക്കളെ, ഒരു റെക്ടാങ്കിളിന്റെ കേസിൽ നിങ്ങൾക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് അപ്പാടെ പഠിച്ചു വെക്കുക. ഇവിടെ ഒറ്റയടിക്ക് ഫൈൻഡ് ദ ലെങ്ത് എന്നേ പറയുള്ളൂ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കൊണ്ടുവരണം, അതെല്ലാം ചെയ്യാം. ആദ്യം ഇതിന്റെ പ്രോപ്പർ സ്റ്റെപ്പ് പറയാം, പിന്നെ അതിന്റെ ഉടായ്പ പരിപാടിയും പറയാം നമുക്ക്. ഓക്കെ, ഇവിടെ പെരിമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഓർക്കുക, പെരിമീറ്ററിന്റെ ഇക്വേഷൻ 2 into l plus b എന്നായിരിക്കും. ശരിയല്ലേ? 2 into l plus b എത്രയാ? 80. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ ഇവിടെ നിന്നും l plus b ഈക്വൽ ടു ഇൻറ്റു 2നെ അപ്പുറം കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ 2 ആവത്തില്ലയോ? സോ 80/2 വിച്ച് ഇസ് ഈക്വൽ ടു 40. എളുപ്പമല്ലയോ? ഇനി എങ്ങനെ ബാക്കി ചെയ്യുന്നത്? സോ l is equal to x എന്നങ്ങ് എടുക്കുക. നിങ്ങൾക്ക് b is equal to വേണമെങ്കിലും x എന്ന് എടുക്കാം കേട്ടോ. അപ്പൊ ബ്രെഡ്ത്ത് b is equal to വീതി സമം l plus b 40 അല്ലയോ? അതിൽ ഒരെണ്ണം x ആയിട്ട് അങ്ങ് പോയാൽ ബാക്കി ആരുണ്ട്? 40 മൈനസ് x. ശരിയല്ലയോ? അപ്പൊ ദാ സിമ്പിൾ ആണെന്ന് പറഞ്ഞേ. പെരിമീറ്റർ 100 ആയിരുന്നു എങ്കിൽ ബാക്കി നമ്മൾ എങ്ങനെ ചെയ്തേനെ? 2 into l plus b equal to 100. l plus b equal to 100ന്റെ പാതി എത്രയാ? 50. l is equal to x, b is equal to 50 minus x. പരീക്ഷയ്ക്ക് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഇടയായിട്ട് ചോദിച്ചില്ലെങ്കിലും നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് റെപ്രസെന്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഇൻ ടേംസ് ഓഫ് എക്സ്. എക്സിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. ഓക്കെ അല്ലയോ? ഇനി മാത്രം രണ്ടാമത്തെ പാർട്ടിലോട്ട് പോകുന്നു. രണ്ടാമത്തെ പാർട്ട് പറയുന്നത് ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട് 396. ഏരിയ പരപ്പളവ് 396 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? l into b ഈക്വൽ ടു 396. ശരിയല്ലയോ? l എത്ര? x ഇൻറ്റു ബ്രെഡ്ത്ത് b എത്ര? 40 മൈനസ് x ഈക്വൽ ടു 396. പെട്ടി കണ്ട അപ്പോഴേ എന്ത് വേണം? പെട്ടി തുറക്കണം. സോ x into 40 40x
നടുക്കത്തെ ചിഹ്നം മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 396. ശരിയല്ലയോ? നമ്മൾ ഇതിനെ ഒന്ന് പോസിറ്റീവായിട്ട് നിലനിർത്താൻ വേണ്ടി ഇപ്പുറത്ത് കിടക്കുന്ന എല്ലായിടത്തും അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. സോ 396 അനക്കമില്ലാതെ അവിടെ തന്നെ കിടപ്പുണ്ട്. മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്ത് പോയാൽ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 40x അപ്പുറത്ത് പോയാൽ മൈനസ് 40x. ശരിയല്ലേ? സോ 396 അവിടെ തന്നെ കിടപ്പുണ്ടേ. ഇവരെല്ലായിടത്തും അപ്പുറത്ത് കൊണ്ടുപോയി. ഇനി ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, 0. സോ ആ 0 നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നു. സോ ഉത്തരം കിട്ടി എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 396. ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ദ ഫാക്ട് ആസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ദാണ്ട് എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 396 ഈക്വൽ ടു 0. മക്കളെ, ഇനി ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഈ ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടൈപ്പ് പരിപാടികളുണ്ട്. എന്തുവെന്നറിയണ്ടേ? സിമ്പിൾ ആണ്. ദാ ഈ പെരിമീറ്റർ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ദാ ഇവിടെ വരുന്നത്. കണ്ടോ? നമുക്കിത് സോൾവ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് അടുത്തിന് സോൾവ് ചെയ്യാൻ പോവാം. അപ്പൊ പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും എപ്പോഴും ഇവിടെ വരുന്നത്. ഇനി ഏരിയ എത്രയാണോ അതായിരിക്കും ഇവിടെ വരുന്നത്. കണ്ടോ? കൂടുതലൊന്നുമില്ലെന്ന് ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇക്വേഷൻ ഈ ഫോമിലായിരിക്കും വരുന്നത്. സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. പെരിമീറ്റർ ഫോർ എക്സാമ്പിൾ പറയുന്നത് പെരിമീറ്റർ ഒരു 16 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ ആണേ? അപ്പൊ പെരിമീറ്റർ 16ഉം ഒരു ഏരിയ 10ഉമാണെന്ന് ഇരിക്കട്ടെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുക. ഇതിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ വരും എന്നറിയാവോ? അതാ നോക്കേ, ഇതങ്ങ് പഠിച്ചു വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്ററിന്റെ പകുതി എത്ര? 16ന്റെ പകുതി 8x പ്ലസ് ഏരിയ എത്ര? 10 = 0. കണ്ടോ? ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു നമുക്ക് എഴുതാം. എന്തുവാ ഇക്വേഷന്റെ പരിപാടി? എന്തുവാ? പെരിമീറ്ററിന്റെ പകുതി എടുത്ത് എക്സിന്റെ കൂടെ ഇട്ട് കൊടുക്കുക, ഏരിയ എടുത്ത് അവസാനം ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? ജസ്റ്റ് ചുമ്മാ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതി ചെയ്യുന്നതായിരിക്കും തെറ്റാതിരിക്കാനുള്ള സാധ്യത കൂടുതൽ അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ കിട്ടി എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 396 ഈക്വൽ ടു 0. നമുക്ക് അപ്പൊ ഇതിനൊന്ന് സോൾവ് ചെയ്യണം. ശരിയല്ലയോ? നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 396 ഈക്വൽ ടു 0. ഇതല്ലേ ഇക്വേഷൻ? നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ വെച്ച് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഇക്വേഷൻ ഇട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് വെച്ച് ചെയ്യാം. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഇനിയിപ്പോ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വേണ്ട, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മതി, സ്ക്വയർ കംപ്ലീഷൻ തന്നെ മതി. എങ്ങനെയാ സ്ക്വയർ കംപ്ലീഷൻ? എക്സ് സ്ക്വയർ മൈനസ് 40x ഞാൻ ഇവിടെ തന്നെ ഇട്ട് വെക്കുന്നു, പ്ലസ് 396 ഞാൻ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. പ്ലസ് 396 അപ്പുറത്ത് പോയാ മൈനസ് 396. ശരിയല്ലയോ? ഇനി എന്തുവാ ചെയ്യേണ്ടത്? എക്സിനോടൊപ്പം കിടക്കുന്ന 40, അതിന്റെ പകുതിയുടെ സ്ക്വയർ. 40ന്റെ പകുതി 20. സോ പ്ലസ് 20ന്റെ സ്ക്വയർ ഇടണം. ഇവിടെ ഇട്ട് കൊടുത്താൽ നമ്മൾ അപ്പുറത്തും ഇട്ട് കൊടുക്കണം. സോ അപ്പുറത്തും 20ന്റെ സ്ക്വയർ ഇട്ട് കൊടുത്തു. ശരിയല്ലയോ? ഓക്കെ. ഇനി ഇതിനെ മൊത്തത്തിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നു. എങ്ങനെയാ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നത്? ഇതെങ്ങനെ 20ന്റെ സ്ക്വയർ വന്നത് മറക്കല്ലേ? എക്സിന്റെ കൂടെ വരുന്ന നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ. എക്സിന്റെ കൂടെ വരുന്ന നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതിനെ സ്ക്വയർ കംപ്ലീറ്റ് എഴുതുന്ന രീതി എങ്ങനെയാ? സ്ക്വയർ ഉള്ള രണ്ട് നമ്പറുകൾ എക്സ് സ്ക്വയറും 20യും. ശരിയല്ലയോ? സോ എക്സിനും 20ക്കും സ്ക്വയർ ഉണ്ട്. നടുക്കത്തെ ചിഹ്നം മൈനസ് ആണെങ്കിൽ ആ മൈനസ് തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ദ ഹോൾ സ്ക്വയർ. നടുക്ക് പ്ലസ് ആയിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ എന്തിട്ടേനെ? പ്ലസ് ഇട്ട് കൊടുത്തേനെ. ബാക്കി അപ്പുറത്ത് സോൾവ് ചെയ്യുന്നു. മൈനസ് 396 പ്ലസ് 20ന്റെ സ്ക്വയർ എത്ര? 400 അല്ലയോ? 400 396 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ട്? 4. ശരിയാണേ. ഇനി ഇതിന്റെ ബാക്കി ചെയ്യാൻ എളുപ്പമില്ലയോ? സ്ക്വയർ അങ്ങ് അപ്പുറത്ത് പോയാൽ എന്താകും? റൂട്ട് ആകും. സോ എക്സ് മൈനസ് 20 ഈക്വൽ ടു റൂട്ട് 4. റൂട്ട് 4നെ നമുക്ക് പ്ലസ് ഓർ മൈനസ് 2 എന്ന് എടുക്കണം. ഞാൻ തൽക്കാലം ഇവിടെ 2 എന്നങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. ഇനി മൈനസ് 20 അപ്പുറത്ത് പോയാൽ പ്ലസ് 20. സോ എക്സ് ഈക്വൽ ടു 2 പ്ലസ് 20. 2 പ്ലസ് 20 എത്ര? 22. എക്സിന്റെ വില കിട്ടി. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ലെങ്ത് ആയിരുന്നു എക്സ് ആയിട്ട് എടുത്തത്. സോ ലെങ്ത്തിന്റെ വില എത്ര കിട്ടി? 22. ബ്രെഡ്ത്തിന്റെ വില നമ്മൾ
40 മൈനസ് എക്സ് എന്നായിരുന്നു എടുത്തത്, ശരിയല്ലയോ? അപ്പൊ 40 മൈനസ് 22. 40 22 പോയാൽ ബാക്കി എത്ര? 18 സെന്റിമീറ്റർ ഇടാൻ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ ഉത്തരം. സോ സ്ക്വയർ കംപ്ലീഷൻ വെച്ച് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ മറ്റു മാർഗങ്ങൾ, പോളിനോമിയൽ മെത്തേഡ് ഉണ്ട്, അതിനകത്ത് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ശരിയല്ലേ? ഓക്കെ ആണോ? അപ്പൊ ഓർക്കുക, ഈ ഇക്വേഷൻ ഇത്രയും ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല. നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ മറ്റേ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഉടായി പറഞ്ഞില്ലയോ? അത് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇക്വേഷൻ കിട്ടാനല്ലേ പറഞ്ഞിട്ടുള്ളൂ ക്വസ്റ്റ്യന്. ഇനി ക്വസ്റ്റ്യനിൽ എക്സിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അത്തരത്തിൽ ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം, റൈറ്റ് ദ algebraic form of the arithmetic sequence 7, 11, 15. സോ 7, 11, 15 എക്സെട്ര. നമുക്ക് അപ്പോഴേ എഴുതാം. ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്ര? 7 ആണ്. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്ര വീതം കൂടി പോകുന്നു? 4 വീതം കൂടി പോകുന്നു. അപ്പോഴേ എക്സിന്റെ ഇക്വേഷൻ എഴുതാം. എക്സൻ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്തുവാ? dn പ്ലസ് എഫ് മൈനസ് ഡി. സോ കോമൺ ഡിഫറൻസ് ഡി എത്ര? 4n പ്ലസ് ഫസ്റ്റ് ടേം എത്രയാ? 7 മൈനസ് അഗൈൻ ഡി എത്ര? 4. 7 4 കുറച്ചാൽ ബാക്കി 3. സോ 4n പ്ലസ് 3 എന്ന ഉത്തരം കിട്ടി. എളുപ്പത്തിൽ കിട്ടിയില്ലയോ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യം പറയുന്നത്, പ്രൂവ് ദാറ്റ് നോ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. അതായത് ഇവിടെ ഇതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സീക്വൻസിൽ വരത്തില്ല എന്ന് പ്രൂവ് ചെയ്യാനാ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എക്സ്എന്നിന്റെ സ്ക്വയർ എടുത്തു, അല്ലയോ? അതായത് സ്ക്വയർ എടുക്കുമ്പോൾ എന്തെങ്കിലും ഇവിടെ വരണമെന്നാണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്എന്നിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 4n പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എടുത്തു, അല്ലേ? ഇതിപ്പോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലല്ലയോ? എന്തോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? എ സ്ക്വയർ. ഇവിടെ എയുടെ സ്ഥാനത്ത് 4n-ഉം ബിയുടെ സ്ഥാനത്ത് 3-ഉം ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ വരും? 4n-ന്റെ സ്ക്വയർ. അപ്പൊ 4-ന്റെ സ്ക്വയർ 16 എന്ന് എഴുതാം നമുക്ക്. n-ന്റെ സ്ക്വയർ n സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലയോ? ഓക്കെ. പ്ലസ്, അപ്പം എ സ്ക്വയർ പ്ലസ് 2ab. സോ 2 ഇൻറ്റു എ എത്ര? 4n ഇൻറ്റു ബി എത്ര? 3 പ്ലസ് ബി സ്ക്വയർ. ബിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ 3-ന്റെ സ്ക്വയർ 9. ശരിയല്ലയോ? ഞാൻ ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ആലോചിക്കാം. ഇവിടുന്ന് എല്ലാം ദാ ഇവിടെ 4n പ്ലസ് 3 എന്നല്ലേ കിടക്കുന്നത്. ഇതിലേന്ന് രണ്ടിലേന്നും ഞാനൊരു 4-നെ കോമൺ എടുക്കുന്നു. ആരെ കോമൺ എടുക്കുന്നു? 4-നെ. സോ 4n, ഈ 9-ന്ന് 4 കോമൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിൽ നിന്ന് എടുക്കാഞ്ഞത് കേട്ടോ. അപ്പൊ 4 കോമൺ എടുത്തു. ബ്രാക്കറ്റിൽ 16n സ്ക്വയറിൽ നിന്നും 4 പോകുന്നു. അതായത് 16 എന്ന് വെച്ചാൽ 4 ഇൻറ്റു 4 ആ. ശരിയല്ലയോ? അപ്പൊ ഒരു 4 ഇങ്ങ് പുറത്തിറങ്ങി, ബാക്കി എന്തുകൊണ്ട്? ഒരു 4-ഉം കൂടെ ഉണ്ട്. സോ 4n സ്ക്വയർ പ്ലസ്, ഇനി ഇത്രയും ടേമിൽ നിന്ന് എന്താ ഈ 4 ഇങ്ങ് പുറത്തിറങ്ങി, ബാക്കി ഇനി എന്തൊക്കെയുണ്ട്? 2 ഉണ്ട്, n ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു 3 6n. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇല്ല, പ്ലസ് 9 അവിടെ ഉണ്ട്. ഇനി ഈസി ആയിട്ട് ആലോചിക്കുക. ഇതിനെ നമുക്ക് 4, ഇതിനെ മൊത്തത്തിൽ നമുക്ക് m എന്നങ്ങാനും വിളിക്കാം. m പ്ലസ് 9 എന്ന് കിട്ടി. നോക്കിക്കേ, നമ്മുടെ xn 4n പ്ലസ് 3 ആണ്. ഇവിടെ 4m പ്ലസ് 9 കിട്ടി. ഇവിടെ 3, ഇവിടെ 9. രണ്ടുകൂടെ ഒത്തു പോകുവോ? ഇല്ല, മിസ്മാച്ച് വന്നില്ലയോ? സോ ഇതിന്റെ സ്ക്വയർ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇത്രയുള്ള അതിന്റെ ഉത്തരം. സോ എക്സിന്റെ സ്ക്വയർ എടുക്കുക എന്ന് മാത്രം ഓർത്താൽ മതി. ഓർമ്മയുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തേക്കുക. എന്തോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എളുപ്പത്തിൽ ചെയ്തൂടെ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അപ്പൊ ഇവിടുത്തെ മിസ്മാച്ച് എന്തുവാ? ഇവിടെ 4n പ്ലസ് 3 ആണ്, ഇവിടെ 4m പ്ലസ് 9 ആണ്. അപ്പം ഈ ടേമുകളുടെ ഒന്നും സ്ക്വയർ എന്തല്ല, ഇങ്ങോട്ട് വരത്തില്ല. ഇത്രയേ ഉള്ളൂ അതിന്റെ ഉത്തരം. എളുപ്പമല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. ചോദ്യം ഇതാണ്, റൈറ്റ് ദ പോളിനോമിയൽസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56. അപ്പൊ നമ്മൾ പോളിനോമിയൽ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് എക്സ് മൈനസ്
56 അല്ലേ? as the product of two first degree polynomials. മക്കളെ, as the product of two first degree polynomials എന്ന് ചോദിച്ചാൽ എപ്പോഴും മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളെ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഇവിടെ മൈനസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ഇതിന് വേറെ കുറെ രീതികളുണ്ട്, ഞാൻ എൻ്റെ രീതിയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു -56 ആണ് ഇവിടെ വരുന്നതെങ്കിൽ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക, ഈ 56 എപ്പോഴും ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. എന്തായിരിക്കും? പ്രോഡക്റ്റ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56 കിട്ടുന്ന കോമ്പിനേഷൻസിനെ നമുക്ക് ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്കാം. 1 × 56 അല്ലേ? 2 × 28 ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 8 × 7 ആണല്ലോ. അപ്പം ഈ കോമ്പിനേഷൻസ് എല്ലാം നമുക്ക് എന്താണ്? 56 എന്ന കോമ്പിനേഷൻ ഉത്തരം കിട്ടുന്നതാണ്. ഇനി 56ന്റെ ഫ്രണ്ടിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ സിമ്പിൾ ആയിട്ട് ആലോചിക്കണതാ, 2 ബോക്സ് ഇട്ട് വെച്ചു, രണ്ടിലും ഓരോ എക്സും ഇട്ട് അവിടെ വെച്ചേക്കുക. as the product of two first degree polynomial ആണേ പറയുന്നത്. അപ്പൊ 2 പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 പെട്ടി ഇട്ട് വെച്ചു. ഇവിടെ മൈനസ് ആണ്, അതായത് ഈ ചിഹ്നം ഒന്നും നമ്മൾ നോക്കുന്നില്ല. ലാസ്റ്റ് മൈനസ് ആണെങ്കിൽ ഇതിൽ ഏത് മൈനസ് ചെയ്താൽ നമുക്കിതാ എക്സിന്റെ ഫ്രണ്ടിലുള്ള നമ്പർ കിട്ടും. ഇവിടെ എക്സിന്റെ ഫ്രണ്ടിൽ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 എന്നങ്ങ് എടുക്കുന്നേ ഉള്ളൂ. സോ ഇതിൽ ഏത് മൈനസ് ചെയ്താൽ 1 കിട്ടും. 1 56 പറ്റത്തില്ല, 2 28 പറ്റത്തില്ല, 8 7 പറ്റും. സോ ഒരു പെട്ടിയിൽ 8, ഒരു പെട്ടിയിൽ 7. ഈസി പരിപാടി അല്ലയോ? അപ്പം ഇവിടെ +56 ആയിരുന്നു വന്നതെങ്കിലോ ഇതിൽ ഏത് കൂട്ടിയാൽ ഈ +1 കിട്ടും എന്ന് ആലോചിക്കും. പിടി കിട്ടിയോ? എപ്പോഴും ഓർക്കേണ്ട കാര്യം ഈ ചിഹ്നമാണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ മൈനസ് ചെയ്യണം, ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ പ്ലസ് ചെയ്യണം. ഇനി നമ്മുടെ റൂളിലോട്ട് പോകുന്നു, നമ്മുടെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. എക്സ് ഉണ്ട്, -56 ഉണ്ട്. ഇനി ഇവിടെ മൈനസ് ആണ് വരേണ്ടതെങ്കിൽ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദാ ഈ പ്ലസ് ചിഹ്നം അല്ലെങ്കിൽ നടുക്കത്തെ ചിഹ്നം എടുത്ത് വലുതിന് കൊടുക്കുക. +8, സോ മറ്റേതങ്ങ് മൈനസ് ആയി പോകും. അപ്പം ഇവിടെ മൈനസ് ആയിരുന്നെങ്കിലോ ഈ വലുത് മൈനസ് ആയനെ, അപ്പുറത്ത് പ്ലസ് ആയനെ. അപ്പൊ ഇത്രയുള്ള അതിന്റെ ഉത്തരം. ഇത് ചെയ്യാനായിട്ട് എത്ര സെക്കൻഡ് വേണം അല്ലയോ? ഒരു എക്സാമ്പിളൂടെ കാട്ടിത്തരട്ടെ, എന്നിട്ട് നമുക്ക് ഇതേ ചോദ്യം നമ്മൾ റീകളക്ട് ചെയ്ത് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിളൂടെ കാണിക്കുകയാണ്. x² -6x ഒരു 40 എടുക്കാം, 40. ഓക്കെ, അപ്പൊ നമ്മുടെ കണക്ക് പ്രകാരം ഇതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കണമെങ്കിൽ 2 പെട്ടി വേണം, 2 എക്സ് വേണം. ഇനി നമ്മൾ ആലോചിക്കണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 1 × 40, 2 × 20 അല്ലയോ, 4 × 10 ആണല്ലോ. ഇതിൽ ഏത് മൈനസ് ചെയ്താൽ 6 കിട്ടും? 1ഉം 40യും പറ്റത്തില്ല, 2ഉം 20യും പറ്റത്തില്ല, 10ഉം 4ഉം പറ്റും. ശരിയല്ലയോ? സോ ഒരു പെട്ടിയിൽ 4, ഒരു പെട്ടിയിൽ 10. ഇനി നടുക്കത്തെ ചിഹ്നം വലുതിന് കൊടുക്കണം. വലുതിന് കൊടുത്തേ, നടുക്ക് മൈനസ് അല്ലയോ വന്നേക്കുന്നത്? സോ വലുതിന് മൈനസ്, ഇപ്പുറത്ത് പ്ലസ്. ഇത്രയുള്ള കാര്യം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഇത് ചുമ്മാ റൂളായിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതിയെന്നേ, എളുപ്പത്തിൽ ചെയ്തോടെ നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചോദ്യത്തിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു. ചോദ്യം ഇതായിരുന്നു, x² + x - 56 ആയിരുന്നു നമ്മുടെ ചോദ്യം. നമ്മൾ 2 പെട്ടിയാക്കി എഴുതി വെച്ചു, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലൊക്കെ എഴുതി വെച്ചു. എക്സ് 8 7, നടുക്കത്തെ ചിഹ്നം വലുതിന്, മറ്റേത് ചെറുത്. സോ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി വെച്ചു. ഈസി. ഓക്കെ, അടുത്ത ചോദ്യം ദാ ഈ പോളിനോമിയല് ഇന്റർസെക്ട് ദ ആക്സസ് അല്ലെങ്കിൽ എക്സ് ആക്സസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സ് ആക്സസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അപ്പോഴേ ഒരു 0 ഇട്ട് കൊടുക്കണം. ഇവിടെ അല്ല, അടുത്ത സ്റ്റെപ്പായിട്ട് ഇതേ ചോദ്യങ്ങൾ ഒന്നുകൂടെ എഴുതി വെച്ചിട്ട് =0 എടുക്കുക, ഇവിടെയും =0 എടുക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഉത്തരങ്ങൾ. ആദ്യം ഇവിടുത്തെ ഉത്തരം എടുക്കുന്നു. നേരത്തെ നമ്മൾ ചെയ്ത ചോദ്യത്തിൽ എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ എക്സിന് കൂടെ ഒരു നമ്പറും കൂടെ ഉണ്ട്. സോ x + 8 = 0. +8 അപ്പുറത്ത് പോയാൽ -8. രണ്ടാമത്തെ പെട്ടി എടുക്കുന്നു, x -7 = 0. -7 അപ്പുറത്ത് പോയാൽ +7. കോർഡിനേറ്റ് പ്രകാരം എഴുതുകയാണെങ്കിൽ
ഇവിടെ രണ്ടിടത്തും y കോർഡിനേറ്റ് 0 ആയിരിക്കും. ശരിയല്ലേ? x ആക്സിസിനെ കൂട്ടിമുട്ടുകയാണെങ്കിൽ y കോർഡിനേറ്റ് 0. ഇനി ഇവിടുത്തെ x കോർഡിനേറ്റ് -8, ഇവിടുത്തെ x കോർഡിനേറ്റ് 7. സോ ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് എത്രയൊക്കെയാ? -8 0യും 7 0യും. ഈസി അല്ലേ? അല്ലേ? അപ്പൊ സോ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ചോദിച്ചാൽ ഈ രീതി ചെയ്യാം. ഇനി ഒരു പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ഏത് എന്നൊരു ചോദ്യം വന്നാലും ഇത് തന്നെ ആയിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്. x+8ഉം x-7ഉം അതാണ് അതിന്റെ ഫാക്ടേഴ്സ്. ഇനി അതിന്റെ സൊല്യൂഷൻ ഓഫ് p of x = 0 ചോദിച്ചാൽ ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം. x ആക്സിസിനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ചോദിച്ചാലും ഇത് തന്നെയാണ് ഉത്തരം. ചുരുക്കം പറഞ്ഞ പോളിനോമിയലുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇതാ ഇങ്ങനെ അങ്ങ് കണ്ടുപിടിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തൊരു ചോദ്യം പറയട്ടെ. ചോദ്യം ഇതാണ്. ഇൻ ട്രയാങ്കിൾ ABC we have AB equal to 11, AC equal to 8 and angle A equal to 60. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കണം. ശരിയല്ലയോ? ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിന് പേര് കൊടുത്തു ABC എന്ന് പേരും കൊടുത്തു. ഇനി AC equal to 8 centimeter, AB equal to 11 centimeter, angle A equal to 60 degree. ഇത്രയും ക്വസ്റ്റ്യനിലും പറയുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് AB ടു AC. അല്ലേ? അതായത് ഈ സിയിൽ നിന്നും ABയിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? സ്വാഭാവികമായിട്ട് ഇതാ ഇങ്ങോട്ട് നോക്കേ. ഇവിടെ 60ഉം ഇവിടെ 90ഉം ആണെങ്കിൽ മുകളിൽ എത്ര വരും? 30 വരും. സോ 30, 60, 90. റേഷ്യോ എത്രയാ? 1:√3:2. ഇനി ചെയ്യുന്നത് എങ്ങനെയാ? 90ക്ക് ഓപ്പോസിറ്റ് 8 ഉണ്ട് അല്ലേ? 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ് 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതിന്റെ പകുതി ആയിരിക്കും 30ന് ഓപ്പോസിറ്റ്. 90ന് ഓപ്പോസിറ്റ് 8 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് അത് 4 സെന്റിമീറ്റർ ആയിരിക്കും. എപ്പോഴും ഓർക്കുക, 30ന് ഓപ്പോസിറ്റ് 4 സെന്റിമീറ്റർ. എങ്കിൽ 60ന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ 4ന്റെ കൂടെ ഒരു √3 കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഈസി അല്ലയോ? ഓർക്കുക, 90യുടെ പകുതിയാണ് എവിടെ വരുന്നത്? 30ന് ഓപ്പോസിറ്റ് വരുന്നത്. അതിന്റെ കൂടെ ഒരു √3 കൂടി ഇട്ട് കൊടുത്താൽ 60ന്റെ ഓപ്പോസിറ്റ് കിട്ടും. സോ ഇവിടെ ഉത്തരം 4√3 എന്ന് വന്നില്ലേ? ഇതിന്റെ ഉത്തരം കിട്ടി നമുക്ക് എത്ര? 4√3. ഇവിടുത്തെ കണ്ടീഷൻ എന്തുവാ? 90യുടെ പകുതിയാണ് 30ന് ഓപ്പോസിറ്റ്. അതിന്റെ കൂടെ ഒരു √3 കൂടി ഇട്ട് കൊടുത്താൽ 60ന് ഓപ്പോസിറ്റ്. ഈസി അല്ലേ കാര്യങ്ങള്? എങ്കിൽ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഹാഫ് ഇൻറ്റു BH അല്ലെങ്കിൽ ഹാഫ് BH. സോ ഹാഫ് ഇൻറ്റു ബേസ് എത്ര? ആ 4 എടുക്കരുതേ, 11 ആണേ നമ്മുടെ ബേസ്. 11 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി? 4√3 അല്ലേ മക്കളെ? എങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാലോ. 2, 4 ക്യാൻസൽ ആയി പോയി. 2 കിട്ടി. ബാക്കി 11 ഇൻറ്റു 2 എത്ര? 22√3 സെന്റിമീറ്റർ സ്ക്വയർ. ഈസി. എന്തെങ്കിലും മെനക്കേടുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു 2 or 3 മാർക്കിനൊക്കെ ചോദിച്ചാൽ ടപ്പേന്ന് ചെയ്തങ്ങ് തീർത്തേണം. പിടികിട്ടിയോ? ഓക്കെ ആണോ? എങ്കിൽ ഇവിടുത്തെ റൂൾ ഓർത്ത് വെച്ചേക്കുക. 30ന്റെ ഇരട്ടി ആയിരിക്കും 90ന് ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ 90ന്റെ പകുതി ആയിരിക്കും 30ന് ഓപ്പോസിറ്റ്. തിരിച്ച് 30ന്റെ കൂടെ ഒരു √3 ഇട്ട് കൊടുത്താൽ 60ന് ഓപ്പോസിറ്റ് കിട്ടും. അപ്പൊ ഈ ഒരു റൂൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ ഈസി ആയി. ഇവിടെ 60 വന്നേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. എങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്. The quadrilateral ABCD in the picture is a square. അപ്പൊ ABCD എന്താണ്? ഒരു സ്ക്വയർ ആണ്. അടുത്ത കാര്യം പറയുന്നത് and it's half joined together. അതിന്റെ പകുതിയുടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞ ഈ സ്ക്വയറിന്റെ സൈഡ് തന്നെയാണ് ഇവിടെയും സൈഡ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ? ഇപ്പം ഒന്നാമത്തെ ചോദ്യമായിട്ട് പറയുന്നത് കാൽക്കുലേറ്റ് ആംഗിൾ സി ആൻഡ് ഡി. ആംഗിൾ സിയും ആംഗിൾ ഡിയും കണ്ടുപിടിക്കാനാണ് ചോദ്യം പറഞ്ഞേക്കുന്നത്. ഇതാ നോക്കിക്കേ, ഇവിടെ ഈ സ്ക്വയറിന്റെ സൈഡ് x ആണെങ്കിൽ ഇവിടെയും ഇവിടെയും
ഇവിടെയും എക്സ് ആയിരിക്കും. കാര്യം സ്ക്വയറിന്റെ 4 സൈഡ് ഈക്വൽ അല്ലയോ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഈ സ്ക്വയറിന്റെ പകുതി കൂടി ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ സ്ക്വയറിന്റെ പകുതിയും കൂടി ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ അർത്ഥം ഇവിടെയും അത് എന്ത് തന്നെയാണ്, എക്സ് തന്നെയാണ്. ശരിയല്ലയോ? അപ്പൊ ദാ നോക്കിക്കേ, ഇവിടെ ഈ ചോദ്യത്തിൽ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ ആംഗിൾ സിയും ഡിയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. സിയും ഡിയും എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാ ദാ സിക്ക് ഓപ്പോസിറ്റും എക്സ് ആണ്, ഡിക്ക് ഓപ്പോസിറ്റും എക്സ് ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞ സിക്കും ഡിക്കും ഓപ്പോസിറ്റുള്ള ആംഗിൾസ് സെയിം ആണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? സ്ക്വയറിന്റെ ഒരു കോർണറിലെ ആംഗിൾ 90 അല്ലയോ. എന്നാൽ ഈ സിയും ഡിയും ഈക്വലും ആണ്. അപ്പം അപ്പോഴേ നമുക്ക് ഊഹിക്കാം, ഒരിടത്ത് 90യും ബാക്കി 2 ഈക്വൽ ആണെങ്കിൽ അത് എത്രയൊക്കെ ആയിരിക്കും? 45 എന്നതായിരിക്കും. ഈസി അല്ലയോ? ഇനി ആംഗിൾ ഡി ഫുൾ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഇവിടെ 90യും കൂടെ വരും. അപ്പൊ ഉത്തരം എത്ര? 90 + 45 135 എന്നും വരും. ഈസി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഇഫ് ദ ഇവിടുത്തെ ആംഗിൾ കിട്ടി നമുക്ക് 45 എന്നോ അല്ലെങ്കിൽ ആംഗിൾ ഡിക്ക് പകരം 135 എന്നോ എഴുതാം. ഇഫ് ദ സർക്കിൾ ത്രൂ ദ പോയിന്റ് എ ബി സി, അപ്പം എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ ഈ 3 പോയിന്റ് കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ ആണേ? അങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കുമോ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക. ഈ സർക്കിളിന്റെ എവിടെ ആയിരിക്കും ഡി എന്നതാണ് ചോദ്യം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതാ, ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് എ സി ആയിരിക്കും ഡയമീറ്റർ. എ സി ആയിരിക്കും എന്ത്? ഡയമീറ്റർ. സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. ആംഗിൾ ഡിയുടെ ആംഗിൾ എത്ര? 45ഉം 90 കൂട്ടി 135 എന്ന് വിളിക്കുന്ന ആംഗിൾ അല്ലയോ? 90നെ കാട്ടിയും കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അവിടെ ഉറപ്പിക്കാം അതെന്തായിരിക്കും? സർക്കിളിന്റെ അകത്തായിരിക്കും. അപ്പൊ ഓർക്കുക, ഒരു തന്നിരിക്കുന്ന ആംഗിൾ 90നെ കാട്ടിയും ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ ഓർക്കുക, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ അത് ഔട്ട്സൈഡ് ദ സർക്കിൾ, ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇനി തിരിച്ച് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് ഔട്ട്സൈഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ 90യെക്കാട്ടിയും കൂടുതലല്ലേ 135. അപ്പൊ ഗ്രേറ്റർ ദാൻ 90 ആയതുകൊണ്ട് അത് എവിടെ ആയിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. പിടികിട്ടിയില്ലേ? അപ്പം ഡിയുടെ പൊസിഷൻ എവിടെ? ഇൻസൈഡ് ദ സർക്കിൾ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് അബൌട്ട് ദ പൊസിഷൻ ഓഫ് എ റിലേറ്റീവ് ടു ദ സർക്കിൾ ത്രൂ ദ പോയിന്റ്സ് ബി, സി ആൻഡ് ഡി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ബി, സി, ഡി എന്ന പോയിന്റ് കൂടെ സർക്കിൾ പാസ് ചെയ്ത് പോകുന്നു. ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞതാ, സ്വാഭാവികമായിട്ടും ആ സർക്കിൾ ഇങ്ങനല്ലേ പോകാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ എയുടെ പൊസിഷൻ എവിടെ ആയിരിക്കും? ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും. ഇപ്പൊ എ കൂടെ കണക്ട് ചെയ്ത് പോകണമെങ്കിൽ ആ സർക്കിൾ പുറത്തൂടെ പോകത്തില്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഈ 135 കാട്ടി ആംഗിൾ ചെറുതാ 90. ശരിയല്ലയോ? അപ്പൊ ചെറുത് വന്നത് കൊണ്ട് അതെന്തായിരിക്കും? ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ കുറഞ്ഞു വന്നാ അത് ഔട്ട്സൈഡ് സർക്കിൾ ആ. ഓർക്കുക, ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് ഓൺ ദ സർക്കിൾ ഒന്നും എഴുതി വെക്കരുത്. ഇവിടെ ബിയും സിയും ഡിയും റിലേറ്റ് ചെയ്താ പറയുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ഡയമീറ്റർ താഴെ എവിടെയോ ആണ്, നമുക്ക് അറിയത്തില്ല. അപ്പൊ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഒരു ഫിഗർ മനസ്സിൽ വിചാരിച്ചാൽ പോലും നമുക്ക് ഉത്തരം എഴുതാം, അത് ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും. ഈസി ആയിട്ട് പറഞ്ഞുകൂടെ മക്കളെ നമുക്ക്? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്, the picture shows an isosceles trapezium ABCD and its incircle. അപ്പൊ ക്വസ്റ്റ്യന് ഐസോസെലസ് ട്രപ്പേസിയം തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് സം ഓഫ് ദ ലെങ്ത് ഓഫ് പാരലൽ സൈഡ്. ഇവിടുത്തെ പാരലൽ സൈഡുകളായിട്ട് വന്നേക്കുന്നത് എ ബിയും സി ഡിയുമാണ്. മക്കളെ ഇങ്ങനൊരു ഫിഗർ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിൽ ഇങ്ങനെയായിരുന്നു തന്നേക്കുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു സർക്കിളും ആ സർക്കിളിന് ടാൻജന്റുകളായിട്ട് 4 സൈഡുകളും വന്നാൽ എപ്പോഴും ഓർക്കുക, അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകളുടെ സമ്മ് സെയിം ആയിരിക്കും. ഇതായിരുന്നു ഇത്തവണ നിങ്ങളുടെ പ്രൂഫ് ആയിട്ടും ചോദിച്ചത്. ശരിയല്ലേ? അപ്പൊ എപ്പോഴും ഓർക്കുക, ഒരു സർക്കിളും സർക്കിളിനകത്ത് ഇങ്ങനെ 4 സൈഡുകൾ ടാൻജന്റുകളായിട്ട് വന്നാൽ ഓപ്പോസിറ്റ് സൈഡുകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവിടെയും 4, ഇവിടെയും 4, 4 എത്ര? 8. ഇതേ 8 തന്നെ ആയിരിക്കും ഈ പാരലൽ സൈഡുകൾ, അതായത് അത് ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്, അത് കൂട്ടിയാലും കിട്ടുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ ഉത്തരം
4 + 4 which is equal to 8 centimeter എന്ന് കിട്ടി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത്. അപ്പം 4 + 4 = 8 എന്ന് എഴുതാനുള്ള കാരണം നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇതും 4 ഇതും 4 ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ 4 ഇവിടെ 5 ആയിരുന്നെങ്കിലോ നമ്മൾ അതുകൂടെ കൂട്ടിച്ച് തന്നെ 4 + 5 = 9 എന്ന് എഴുതി വെച്ചേനെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലേ. എങ്കിൽ തൊട്ടടുത്ത ചോദ്യം പറയുന്നത് ആംഗിൾ AOB 100 ആണെങ്കിൽ എയും സിയും എന്താണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പം എയും സിയും ട്രപ്പേസിയത്തിന്റെ എയും സിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാനുള്ള മാർഗത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ശ്രദ്ധിക്കുക, എയും സിയും കണ്ടുപിടിക്കണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ എന്താ ഒരു പെർപെൻഡിക്കുലർ അങ്ങ് വരച്ചു. സ്വാഭാവികമായിട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ട കാര്യമില്ല, റേഡിയസ് ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി എന്താവും 90 ഡിഗ്രി ആകും. ശരിയല്ലയോ? അപ്പം ഇത് ഫുള്ള് 100 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ മാത്രം 50 ഡിഗ്രി ആയി. എത്ര ഡിഗ്രി ആകും? 50 ഡിഗ്രി. ശരിയല്ലയോ? അപ്പൊ ദാ 90 50. അപ്പൊ ഇവിടെ ബാക്കി എത്ര ഉണ്ട്? 40. അതായത് 90ഉം 50 കൂട്ടിയിട്ട് 180 ഒന്ന് മൈനസ് ചെയ്താൽ മതി. ഇനി ഇതേപോലെ ചിന്തിക്കുകയാണെങ്കിൽ ദാ ഇങ്ങോട്ടും ഞാനൊരു 90 ഡിഗ്രി വരച്ചാൽ എപ്പോഴും ഓർക്കുക, അതാ ഇങ്ങനെ 2 ടാൻജന്റുകൾ പോകുന്നില്ലയോ? അതിൽ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും അത് എത്ര ആയിരിക്കും? 40 ആയിരിക്കും. ഒരു പ്രൂഫായിട്ട് പുസ്തകത്തിൽ നമുക്കത് പഠിക്കാനുമുണ്ട്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു സർക്കിളും 2 ടാൻജന്റുകളും ഇങ്ങനെ പോവുകയാണെങ്കിൽ ദാണ്ടേ സെന്ററിലും ഇങ്ങനെ 2 ആംഗിൾ വരുന്നുണ്ട്. നടുക്കൂടൊരു വരയും വരച്ചാൽ ദാ ഈ ആംഗിളും എല്ലായ്പ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എത്ര? എക്സ് ആയിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത് 40 ആണ്. അപ്പൊ ഇതും എത്ര? 40 ആണ്. അപ്പൊ 40 40 എത്ര? ആംഗിൾ A is equal to 40 + 40 which is equal to 80 എന്ന് കിട്ടി. ഇനി ഇത് ഐസോസിലസ് ട്രപ്പേസിയം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഐസോസിലസ് ട്രപ്പേസിയത്തിന്റെ പ്രത്യേകത എന്തുവാ? അത് സൈക്ലിക് ആണ്. സൈക്ലിക് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തുവാ? സപ്ലിമെന്ററി ആണ്. സോ ആംഗിൾ C = 180 - 80 ഡിഗ്രി എന്ന് വരും, which is equal to 100 ഡിഗ്രി. വളരെ എളുപ്പം, ഈസി, കണ്ടുപിടിച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഐസോസിലസ് ട്രപ്പേസിയം എന്ന് പറയുമ്പോഴേ നമുക്ക് ഊഹിക്കണം അത് സൈക്ലിക് ആയിരിക്കും. സൈക്ലിക് ആകുന്ന 4 ഷേപ്പുകൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. റെക്ടാംഗിൾ സൈക്ലിക് ആണ്, സ്ക്വയർ സൈക്ലിക് ആണ്, അതേപോലെ ഐസോസിലസ് ട്രപ്പേസിയം സൈക്ലിക് ആണ്. തിരിച്ച് സൈക്ലിക് അല്ലാത്ത 3 ഷേപ്പുകളോ? പാരലലോഗ്രാം സൈക്ലിക് അല്ല, റോംബസ് സൈക്ലിക് അല്ല, നോർമലി ഉള്ള ട്രപ്പേസിയം സൈക്ലിക് അല്ല. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, കൺസിഡർ എ പാരലലോഗ്രാം വിച്ച് ഈസ് സൈക്ലിക്, അല്ലെങ്കിൽ കൺസിഡർ എ പാരലലോഗ്രാം ABCD വിച്ച് ഈസ് സൈക്ലിക് എന്ന് ചോദിച്ചു. അപ്പം മനസ്സിലാക്കണം പാരലലോഗ്രാം സൈക്ലിക് അല്ല. പാരലലോഗ്രാം സൈക്ലിക് ആകണമെങ്കിൽ അത് എന്താകണം? റെക്ടാംഗിൾ ആകണം. അവിടെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഫൈൻഡ് ആംഗിൾ A. ആംഗിൾ A എത്ര ആയിരിക്കും? റെക്ടാംഗിൾ ആണെങ്കിൽ അതിന്റെ ആംഗിൾ എത്ര? 90 ഡിഗ്രി ആയിരിക്കും. ഇതൊന്നും മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഉത്തരങ്ങൾ കിട്ടി. 40 40 80. നേരെ ഓപ്പോസിറ്റ് C ആയതുകൊണ്ട് അത് 100. എങ്ങാനും B ചോദിച്ചായിരുന്നെങ്കിലോ? ബിയും എത്ര വന്നേനെ? 40 40 80 വന്നേനെ. കാര്യം ഐസോസിലസ് ട്രപ്പേസിയത്തിന്റെ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഇത് 80 ആണെങ്കിൽ ഇതും എത്ര? 80 ആയിരിക്കും. മുകളിൽ അത് 100 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 100 ആയിരിക്കും. ഓർത്തു വെച്ചേക്കുക. ഐസോസിലസ് ട്രപ്പേസിയത്തിന്റെ കേസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. സോ നമ്മൾ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്. അപ്പൊ സ്ഥിരം പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ് ഈ ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ ചോദ്യങ്ങൾ. ശരിയല്ലേ? അത് ചിലർക്കൊക്കെ എളുപ്പമായിരിക്കും, ചിലർക്ക് അത് പാടായിരിക്കും. നമുക്ക് ആ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്ത് നോക്കാം. ചോദ്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത്, എ മാൻ 1.6 മീറ്റർ ടോൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്തൊരു പടം എന്തായാലും വരച്ചേ പറ്റത്തുള്ളൂ. ഈ പടം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അവസാനം വരയ്ക്കാൻ നിന്നാ എപ്പോഴും തെറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തുടക്കത്തിലെ ക്വസ്റ്റ്യനോടൊപ്പം വരച്ചങ്ങ് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, എ 1.6 മീറ്റർ ടോൾ. അപ്പൊ 1.6 മീറ്റർ നീളമുള്ള ഒരു കുട്ടി. അപ്പൊ താണ്ടേ എല്ലാ പടത്തിനും ആധാരമായിട്ട് വെക്കുന്ന ഒരു തറ വരയ്ക്കണം നമ്മള്. അപ്പൊ താണ്ട് ഇവിടെ ഒരു 1.6 മീറ്റർ ടോൾ ഒരു കുട്ടിയുണ്ട്, ഒക്കെ ഒരു ബോയ് ഉണ്ട്. അപ്പം പയ്യൻ ചെയ്തേക്കെന്ന് വെച്ചാൽ ഒരു റിവറിന്റെ ഒരറ്റത്താണ് നിൽക്കുന്നത്. ആൻഡ് സോ ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് ദ എഡ്ജ് ഓഫ് ദ അതർ ബാങ്ക്. അപ്പം ഇവിടെ ഒരു റിവർ ഉണ്ട്, ഈ റിവറിന്റെ അപ്പുറത്തോട്ട് ഒരു മരമുണ്ട്. ശരിയല്ലയോ? ആ മരവും നമ്മൾ വരച്ചു. ക്വസ്റ്റ്യൻ പറയുന്നത് ഈ
മരത്തിന്റെ മുകളിലോട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന അറ്റ് ആൻ എലിവേഷൻ ഓഫ് എത്ര ഡിഗ്രി എന്നാ പറഞ്ഞേക്കുന്നത്? 70 ഡിഗ്രി എന്നാ പറഞ്ഞേക്കുന്നത്. സോ എലിവേഷൻ വരയ്ക്കുമ്പോൾ എപ്പോഴും കണ്ണിന്റെ നേരെ ഒരു ലൈൻ ഓഫ് വിഷൻ വരയ്ക്കണം. ഇവിടെ 70 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ശരിയല്ലേ? ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് സ്റ്റെപ്പിംഗ് ബാക്ക് 20 മീറ്റേഴ്സ്. അപ്പം ഈ സെക്കൻഡ് ഒരു 20 മീറ്റർ പുറകോട്ട് നീങ്ങുന്നു. അപ്പൊ ദാണ്ടേ ഈ നിൽക്കുന്നിടത്ത് നിന്ന് 20 മീറ്റർ പുറകോട്ട് നീങ്ങി. ഇപ്പൊ ഇവിടെ 20 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 20 മീറ്റർ ആയിരിക്കും. പുറകോട്ട് നീങ്ങി എഗെയിൻ ആ ട്രീ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 35 ഡിഗ്രി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ദാണ്ടേ പിന്നെയും ആ മരത്തിന്റെ മണ്ടക്കോട്ട് നോക്കുന്നു അറ്റ് ആൻ എലിവേഷൻ ഓഫ് 35 ഡിഗ്രി. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഫിഗർ. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളത്. എങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഡ്രോ റഫ് സ്കെച്ച് ഷോയിങ് ദീസ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മളിവിടെ വരച്ചു വെച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ മക്കളതാ ഈസി ആയിട്ട് ആലോചിക്കുക. ഈ ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ആലോചിക്കണം, അല്ലെങ്കിൽ ഒരു ട്രിക്കായിട്ട് ഓർത്ത് വെച്ചോ. എപ്പോഴും ഈ തന്നേക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ തന്നേക്കുന്നതെങ്കിൽ നോക്കിക്കേ, ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്ര? 35. 70ന്റെ പകുതി അല്ലേ 35. അപ്പോഴേ ഓർത്ത് വെച്ചോണം എന്താ ഇവിടെ വരുന്ന ഈ കൊച്ചാംഗിളും അത് 35 ഡിഗ്രി ആയിരിക്കും, അല്ലയോ? കാരണം ഇവിടെ 70 ആണെങ്കിൽ ദാ ഇങ്ങോട്ട് വരുന്ന ആംഗിൾ 110 ആയിരിക്കത്തില്ലയോ? കാര്യം അത് സപ്ലിമെന്ററി ലീനിയർ പെയർ ആണ്. അപ്പൊ ഇത് 70ഉം ഇത് 110ഉം ആണെങ്കിൽ ബാക്കി 180 പ്രോപ്പർട്ടി വെച്ച് ആലോചിക്കുക, ഇത് 35 ആയിരിക്കും. ഇത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ 35ന് ഓപ്പോസിറ്റ് 20 മീറ്ററാ. അപ്പം ഈ 35ന് ഓപ്പോസിറ്റ് ഇവിടെയും 20 മീറ്റർ ആയിരിക്കും. അപ്പൊ എപ്പോഴും ഓർത്തു വെച്ചേക്കുക 20 മീറ്റർ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 70ന്റെ പകുതിയാണ് ഇവിടെ വരുന്നതെങ്കിൽ എപ്പോഴും, അതായത് ഒരു ആംഗിൾ ഇവിടെ 80ഉം ഇവിടെ 40ഉം ആണെങ്കിൽ അപ്പോഴേ ഓർക്കുക ഈ തന്നിരിക്കുന്ന ഈ ഒരു കുഞ്ഞ് സ്റ്റെപ്പിംഗ് ബാക്ക് എന്ന് വിളിക്കുന്ന ആ സൈഡ് എത്രയാണോ അത് തന്നെ ആയിരിക്കും ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അവിടെ ഞാൻ എ ബി സി എന്ന് പേര് കൊടുത്താൽ ആ ട്രയാങ്കിളിനെ മാത്രം എനിക്ക് ഇങ്ങനെ ഒന്ന് എടുത്തു വരയ്ക്കാം. ദാണ്ടേ എ ബി സി എന്നൊന്ന് തന്നാൽ ഇത് 70 ഡിഗ്രി, ഇത് 20 മീറ്റർ. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലയോ? എങ്കിൽ നമ്മൾ ഓർത്തു വെച്ചേക്കുക ഇവിടെ 90 ഡിഗ്രി ഉണ്ടല്ലോ. ഈ 90ക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടന്യൂസ്, ശരിയല്ലേ? നമ്മുടെ കർണമായിട്ട് വരുന്ന ഹൈപ്പോട്ടന്യൂസ് ഈ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ് 70ന്റെ ഓപ്പോസിറ്റ് സൈഡിനെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്ന റിലേഷൻ ഏതാ? sin 70 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത് എ സി ആണ്, ശരിയല്ലയോ? sin 70യുടെ വില തൽക്കാലം ഞാൻ ഇടുന്നില്ല. sin 70 ഡിഗ്രി ഈക്വൽ ടു നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. ബി സി നമുക്ക് അറിയത്തില്ല, ബൈ എ സി നമുക്കറിയാം 20. സോ ഡിവൈഡഡ് ബൈ 20 ഇപ്പുറം വന്നാൽ ഇൻറ്റു 20 ആകും. സോ ബി സി ഈക്വൽ ടു 20 ഇൻറ്റു sin 70 ഡിഗ്രി. ബാക്കി എന്ത് ചെയ്യുക? sin 70യുടെ വാല്യൂ ഇട്ട് കൊടുക്കുക, 20 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? അപ്പോൾ നമുക്ക് ബി സി കിട്ടും, ശരിയല്ലയോ? ദാ ഫൈനൽ ഉത്തരം ഹൈറ്റ് ഓഫ് ദ ട്രീ ഈക്വൽ ടു ഈ കിട്ടുന്ന ഉത്തരമായ ബി സിയുടെ കൂടെ ഈ ചെറുക്കന്റെ നീളം 1.6 അല്ലയോ? ആ 1.6 കൂടെ ഒന്ന് ആഡ് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഇവിടെ ആകെ ഞാൻ ചെയ്യാത്തത് sin 70യുടെ വാല്യൂ ഇട്ട് കൊടുക്കില്ല. അതും പുസ്തകത്തിൽ തന്നിരിക്കും, അല്ലെങ്കിൽ വാല്യൂ എപ്പോഴും തന്നിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലയോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ എക്സുകളുടെ വൈകളുടെ ഒരേ ഒന്നും എടുക്കണ്ട. ജസ്റ്റ് ഓർത്തു വെക്കുക ഇതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത് എങ്കിൽ എല്ലായ്പ്പോഴും ചെയ്യുന്ന ഒരു പാറ്റേൺ ഇത്തരത്തിലായിരിക്കും. ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തോട്ട് പോയാലോ? ചോദ്യം പറയുന്നത് ഇതാണ്. The picture shows the triangle and its circumcircle. അപ്പൊ ട്രിഗണോമെട്രിയിൽ നിന്നും തന്നെ ചോദിക്കുന്ന വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, അല്ലെ? ഈ ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് ഇവിടെ നമുക്ക് ആംഗിൾ എ കണ്ടുപിടിക്കണം. ആംഗിൾ എ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, 55ഉം 50ഉം. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 55 പ്ലസ് 50 ചെയ്താൽ പോരെ?
ഈസി ആയിട്ട് കണ്ടുപിടിച്ചല്ലേ. കാര്യം 2 ആംഗിൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആ രണ്ടുകൂടെ കൂട്ടിയിട്ട് 180 എന്ന് കുറയ്ക്കാം. സോ ഈക്വൽ ടു 180 മൈനസ് 55 50 കൂട്ടിയാൽ 105 ബാക്കി 75 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. ഇനി ഒന്നാമത്തെ ചോദ്യം പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്നാ. ശരിയല്ലയോ? ഡയമീറ്റർ ആയാലും എന്തായാലും ഇവിടെ തന്നിട്ടുള്ള സൈഡ് ബി സി ആണ്. സോ ബി സി ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എഴുതുന്നു. ഇക്വേഷൻ ഇതാണ്. സർക്കിളും ട്രിഗണോമെട്രിയും ഒന്നിച്ച് വന്നാൽ അപ്പോഴേ ഇക്വേഷൻ മനസ്സിലാക്കിയേക്കുക 2r sin x എന്നായിരിക്കും. ഇക്വേഷൻ എന്താണ്? 2r sin x. ടെക്സ്റ്റിലും മറ്റുമായിട്ട് c/2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇനി ബി സിയുടെ നീളം നമുക്കറിയാം 6 ഈക്വൽ ടു, ശരിയല്ലേ, 2r. ഈ 2r എന്ന് വെച്ചാൽ നമുക്കറിയാം റേഡിയസിന്റെ ഇരട്ടി നമ്മൾ എന്ത് പേര് വിളിക്കും? ഡയമീറ്റർ. സോ 2r പകരം ഞാൻ ഡയമീറ്ററിന്റെ d അങ്ങ് കൊടുത്തു. ഇനിയുള്ളത് സൈൻ എക്സ്. എക്സ് എന്ന് വിളിച്ചാൽ ഈ 6 എടുത്താൽ 6ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, 6ന് ഓപ്പോസിറ്റ് എത്ര ഡിഗ്രിയാ? 75 ഡിഗ്രി അല്ലേ? ഈസിയാണ്. അപ്പൊ d is equal to into sin 75 ഇപ്പുറത്ത് വന്ന ഡിവിഷൻ ആകും. സോ 6 by sin 75 ഡിഗ്രി which is equal to, അപ്പൊ ഇതിന്റെ വില കൊടുക്കുന്നു 6 by sin 75 വാല്യൂ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും 0.96. ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അതാണ് അടുത്ത സമസ്യ. ഡിനോമിനേറ്ററിൽ ഡെസിമൽ കഴിഞ്ഞ് 2 സ്ഥാനങ്ങളാണ് ഉള്ളത്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ 2 0 വരുന്ന നമ്പർ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 600/96 എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഉത്തരം 6.25 എന്ന ഉത്തരത്തിലൂടെ നീങ്ങാം. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉത്തരങ്ങളല്ലയോ? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 600 ഡിവൈഡഡ് ബൈ 96 ചെയ്ത് നോക്കിയാൽ മതി. ഉത്തരം കിട്ടി. ഡി ഡയമീറ്റർ ഈക്വൽ ടു 6.25 സെന്റിമീറ്റർ. ഇനിയാണ് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് അതർ 2 sides ഓഫ് ദ ട്രയാങ്കിൾ കറക്റ്റ് ടു മില്ലിമീറ്റർ എന്ന് വെച്ചാൽ ഡെസിമൽ ഉൾപ്പെടെ കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എ ബി എ ആണ്. എ ബി is equal to, ഇക്വേഷന് മാറ്റമൊന്നുമില്ല, 2r sin x which is equal to 2r എന്ന് വെച്ചാൽ ഡയമീറ്റർ നമുക്ക് ഇവിടെ കിട്ടി 6.25 into sin x. അപ്പൊ എ ബി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എടുക്കുക. എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എത്ര? 50 ഡിഗ്രി. സോ അടുത്ത രംഗം സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന ഉത്തരം. ഇനി അടുത്ത സൈഡാണ് എ സി. സെയിം ഇക്വേഷൻ 2r sin x. 2rന്റെ വില 6.25 സൈൻ എക്സിന്റെ വില. എ സി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയാ? 55 ഡിഗ്രി. സോ അടുത്ത രംഗം എന്തുവാ? സൈൻ 55 ഡിഗ്രിയുടെ വില ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? സോ ഇതാണ് അതിന്റെ പാറ്റേൺ. തന്നിരിക്കുന്ന ഒരു സൈഡ് ഉപയോഗിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കുക. ആ ഡയമീറ്ററിനെ ഉപയോഗിച്ച് മറ്റ് 2 സൈഡുകൾ കണ്ടുപിടിക്കുക. 3 എടുത്ത് ഉപയോഗിക്കുന്ന ഒരൊറ്റ ഇക്വേഷൻ എ ബി ഈക്വൽ ടു അല്ലെങ്കിൽ ബി സി ഈക്വൽ ടു അല്ലെങ്കിൽ എ സി ഈക്വൽ ടു അല്ലെങ്കിൽ 2r sin x. ഇത്രയേ ഉള്ളൂ കാര്യം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഈ ഒരു ചോദ്യം നമ്മൾ മറക്കരുത്. കാര്യം സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇക്വേഷൻ ഉറപ്പായിട്ട് ഓർത്തു വെക്കുക, 2r sin x. എക്സിന് പകരം c/2 എന്നും പഠിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യം പറയുന്നത് ഇതാണ്. Calculate the volumes of the largest square pyramid, cone, sphere which can be packed up into a cubical box of side 12 cm. അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു ക്യൂബിക്കൽ ഷേപ്പ് ഉണ്ട്. ക്യൂബിക്കൽ ഷേപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാ സൈഡിലും സ്ക്വയർ വരുന്നതാണ് ക്യൂബ്. ശരിയല്ലയോ? 6 ഫേസിലും സ്ക്വയർ വരണം. മക്കളെ ഇങ്ങനെ ക്യൂബ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം പറഞ്ഞേക്കുന്നത് സ്ക്വയർ പിരമിഡ് ആണ് അല്ലേ? ഒരു സ്ക്വയർ പിരമിഡിലോട്ട് വരുന്ന സമയത്ത് ഓക്കെ, ഇവിടെ ക്യൂബിന്റെ സൈഡ് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ സൈഡ് ഓഫ് ദ ക്യൂബ് പറഞ്ഞേക്കുന്നത് സൈഡ് ഓഫ് ദ ക്യൂബ് പറഞ്ഞേക്കുന്നത് 12 സെന്റിമീറ്റർ എന്നാണ്. ശരിയല്ലയോ? എപ്പോഴും ഓർക്കുക.
ഒരു സ്ക്വയർ പിരമിഡിലോട്ടാണ് വരുന്നത് എങ്കിൽ ആ സ്ക്വയർ പിരമിഡിന്റെ എ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാ? ബേസ് എഡ്ജ്. ആ ബേസ് എഡ്ജ് ഈ 12 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക അല്ലേ? 2 അതിന്റെ ഹൈറ്റ്. ഇനി അതിന്റെ എന്നല്ല, അപ്പൊ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ എന്തിന്റെ ചോദിച്ചാലും ഏത് ഷേപ്പിന്റെ ചോദിച്ചാലുള്ള ഹൈറ്റ് ഇതേ 12 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. സോ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആണല്ലോ. നമുക്ക് ഓരോരോ ഷേപ്പുകളുടെ വോളിയം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1/3 a സ്ക്വയർ h. ശരിയല്ലയോ? ഉത്തരം 1/3 a സ്ക്വയർ. a എത്രയാ? 12ന്റെ സ്ക്വയർ. സോ ഞാൻ അതിനെ 12 ഇൻറ്റു 12 എന്ന് എഴുതി. ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്ര തന്നെയാ? 12. സോ 3 12 വേർഡ് ക്യാൻസൽ ആയിപ്പോയി. 4 ബാക്കി 12 12s are 144 ഇൻറ്റു 4 മൾട്ടിപ്ലൈ 4 4s are 16. റിമൈൻഡർ 1 again 7 റിമൈൻഡർ 1 പിന്നെയും 576 സെന്റിമീറ്റർ ക്യൂബ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഒരു ക്യൂബിനകത്ത് നിന്നും സ്ക്വയർ പിരമിഡ് എടുത്താൽ അതിന്റെ ബേസ് എഡ്ജും ഹൈറ്റും നമ്മളെ സെയിം 12 സെന്റിമീറ്റർ ആയിട്ട് തന്നെ എടുക്കും. ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ കേസിലോട്ട് പോകുന്നു. രണ്ടാമത്തെ കേസ് പറയുന്നത് ഇതിൽ നിന്നും, അതായത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നതേ. സ്ക്വയർ പിരമിഡിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത് പോകുന്നത് കോണിലോട്ടാണ്. അപ്പൊ കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപികയിലോട്ട് പോകുന്ന സമയത്ത് സെയിം പരിപാടി. അതിന്റെ ഹൈറ്റ് ഇപ്പൊ പറഞ്ഞ കണക്ക് 12 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം, സർക്കുലർ ഷേപ്പുമായി ബന്ധപ്പെടുത്തിയാണ് വരുന്നത് എങ്കിൽ, അപ്പം കോൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ബേസിൽ സർക്കിൾ അല്ലേ വരുന്നത്, അതിന്റെ ഡയമീറ്റർ ആയിരിക്കും ഈ പറഞ്ഞ 12 സെന്റിമീറ്റർ. പിടികിട്ടിയോ? അപ്പൊ ഫുൾ ലെങ്ത് ആണ് 12, അതിന്റെ പകുതി അല്ലയോ റേഡിയസ്. സോ റേഡിയസ് ഈക്വൽ ടു 12ന്റെ പകുതി 6 സെന്റിമീറ്റർ. എപ്പോഴും ഓർക്കുക, ക്യൂബിൽ നിന്നും ഒരു കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ക്യൂബിന്റെ സൈഡ് അതിന്റെ ഡയമീറ്റർ ആയിട്ടായിരിക്കും വരുന്നത്. ഹൈറ്റ് പിന്നെ അത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. എങ്കിൽ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1/3 pi r square h. So equal to 1/3 pi into r square. റേഡിയസ് എത്ര? 6. സോ 6ന്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയാ? 12. സോ ക്യാൻസൽ ആവുന്നു. 3 12 ക്യാൻസൽ ആയിപ്പോയി. 4 ബാക്കി എന്തൊക്കെയുണ്ട്? 6ന്റെ സ്ക്വയർ 36. സോ പൈ ഇൻറ്റു 36 ഇൻറ്റു 4. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 ഇൻറ്റു 4 24. ശരിയല്ലയോ? 4 ഇൻറ്റു 3 12. രണ്ടൂടെ കൂട്ടിയ 144 പൈ സെന്റിമീറ്റർ ക്യൂബ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഈസി ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഷേപ്പിലോട്ട് പോകുന്നു. ആൻഡ് ദ മൂന്നാമത്തെ ഷേപ്പ് ഈസ് കോണ് കഴിഞ്ഞു, സ്ക്വയർ പിരമിഡ് കഴിഞ്ഞു. മൂന്നാമത്തെ ഷേപ്പാണ് സ്പിയർ. ഇപ്പൊ പറഞ്ഞതുപോലെ ആലോചിച്ചാൽ മതി. ഒരു സ്പിയർ അല്ലെങ്കിൽ ഗോളത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും സെയിം പരിപാടി, സർക്കുലാർ ഷേപ്പ്. സർക്കുലാർ ഷേപ്പ് വന്ന ആ ഡയമീറ്ററിനെ ആയിരിക്കും നമ്മൾ 12 സെന്റിമീറ്റർ എടുക്കുന്നത്. സ്പിയറിന് ഹൈറ്റ് ഇല്ല, സോ ഡയമീറ്റർ തന്നെ 12. ഡയമീറ്റർ ഉണ്ടെങ്കിൽ റേഡിയസ് എത്ര ആയിരിക്കും? 6 സെന്റിമീറ്റർ. വോളിയം കണ്ടുപിടിക്കണമല്ലോ. വോളിയത്തിന് ഇക്വേഷൻ 4/3 pi r ക്യൂബ്. 3 ഇക്വേഷൻസും പഠിക്കണേ. അപ്പൊ ഉത്തരം 4/3 pi into r ക്യൂബ്. റേഡിയസ് എത്ര? 6 ക്യൂബ്. അപ്പൊ 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ന് ഞാൻ എഴുതുന്നേ ഉള്ളൂ. സോ ക്യാൻസൽ ആയി പോയി 2. സോ 6 ഇൻറ്റു 2 12. 12 ഇൻറ്റു 6 72. ആ 72 ഇൻറ്റു ഈ 4ഉം കൂടെ വേണം. സോ 72 ഇൻറ്റു 4 പൈ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 4 2s are 8, 7 4s are 28 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഓർത്ത് വെക്കുക, ഒരു ക്യൂബിൽ നിന്നും സർക്കിൾ റിലേറ്റ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അവിടെ ഡയമീറ്റർ ആയിരിക്കും നമ്മൾ അതിന് കൺസിഡർ ചെയ്യേണ്ടത്. ഹൈറ്റ് ഉണ്ടെങ്കിൽ അതും സെയിം ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലേ ഇതൊക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസി. ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കുക. ഇക്വേഷൻ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ക്വയർ പിരമിഡ് ആണ് വരുന്നത് എങ്കിൽ വോളിയം 1/3
എ സ്ക്വയർ എച്ച്. കോണാണ് വരുന്നതെങ്കിൽ വോളിയം 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അടുത്ത സ്പിയർ ഗോളമാണ് വരുന്നത് എങ്കിൽ വോളിയം 4/3 പൈ ആർ ക്യൂബ്. ഈ 3 ഇക്വേഷൻസ് മസ്റ്റ് ആയിട്ടും പഠിക്കണം. വേറെ ഒരു ഓപ്ഷനും അവിടെ ഇല്ലെന്നുള്ളതാ. ഓക്കെ ആണല്ലോ? എങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ ഇൻ റേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 8, 15, 17. അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു ട്രയാങ്കിളിന്റെ സൈഡുകൾ തന്നിട്ടുണ്ട് 8, 15, 17. ശരിയല്ലയോ? ഇനി ഇൻ റേഡിയസ് ഇപ്പോഴേ പഠിക്കുക. ഇൻ റേഡിയസ് അല്ലെങ്കിൽ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ a/s. എന്തോ ഇക്വേഷൻ? a/s. അപ്പൊ a/s എന്ന് പറയുമ്പോൾ a റിലേറ്റ് ചെയ്തെങ്കിൽ ഏരിയ എന്ന് വിളിക്കും. a പറയുന്നത് ഏരിയയാണ്, എസ് പറയുന്നത് സെമി പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിന്റെ പകുതി എന്നതിനെയാണ്. ഏരിയ പരപ്പളവ്, എസ് സെമി പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിന്റെ പകുതി. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ഞാൻ എസ് കണ്ടുപിടിക്കുന്നു. എസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് 3 കൂടെ കൂട്ടിയിട്ട് പകുതി. സോ 15 പ്ലസ് 17 പ്ലസ് 8/2. അപ്പൊ 15ഉം 17ഉം കൂട്ടിയാൽ 32, 32ന്റെ കൂടെ 8 കൂട്ടിയാൽ 40, 40ന്റെ പകുതി എടുക്കുമ്പോൾ 20 സെന്റിമീറ്റർ. എസ് കിട്ടി. ഇനി ഏരിയ കാണാനുള്ള ഇക്വേഷൻ 3 സൈഡ് തന്നെ. ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ്. പക്ഷെ ഇവിടെ ഹാഫ് ബി എച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്: റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എസ് 20 ഇൻറ്റു ഇനി ഈ 20ൽ നിന്നും മുകളിൽ പറഞ്ഞേക്കുന്ന ഓരോ സൈഡും കുറച്ച് കുറച്ചങ്ങ് എഴുതാം. നമുക്കൊന്ന് എഴുതി നോക്കാം. 20ൽ നിന്ന് 8 പോയാ ബാക്കി 12 ഇൻറ്റു 20ൽ നിന്ന് 17 പോയാ ബാക്കി 3 ഇൻറ്റു അല്ലേ? ശരിയല്ലേ? ഇൻറ്റു 20ൽ നിന്നും 15 പോയാ ബാക്കി 5. ഇനിയാണ് പലരുടെയും പ്രധാനപ്പെട്ട ഒരു സംശയം, ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദാണ്ടേ ശ്രദ്ധിക്കുക. 20 എന്ന് വെച്ചാൽ നമുക്കറിയാം 5 ഇൻറ്റു 4 ആണ്. ഇൻറ്റു 12 എന്ന് വെച്ചാൽ നമുക്കറിയാം 4 ഇൻറ്റു 3 ആണ്. ശരിയല്ലേ? ഇനി 3നെ നമ്മൾ ഇനി മാറ്റണ്ട, അവിടെ കിടന്നോട്ടെ. 5നെയും അവിടെ കിടന്നോട്ടെ. ഇനി ലാസ്റ്റ് ഉത്തരം എന്ന് വിളിക്കുന്നത് ഓരോന്ന് വീതം പുറത്തെടുക്കണം. അതായത് രണ്ടെണ്ണം വീതമുള്ളതിനെ ഒരെണ്ണമായി പുറത്തെടുക്കുക. അതാ ശ്രദ്ധിച്ചേ, 5 5 2 5 ഉണ്ടായതുകൊണ്ട് 1 5നെ പുറത്തെടുത്തു. ശരിയല്ലയോ? 4 4 2 4 ഉണ്ടായത് കൊണ്ട് 1 4നെ പുറത്തെടുത്തു. 3 3 2 3 ഉണ്ടായത് കൊണ്ട് 1 3നെ പുറത്തെടുത്തു. സോ ദ ആൻസർ ഈസ് 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 3 60 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു. നമുക്ക് ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഈക്വൽ ടു ഏരിയ നമുക്കറിയാം, ദാണ്ട കിട്ടി 60/s സെമി പെരിമീറ്റർ നമുക്ക് കിട്ടിയായിരുന്നു. 20 ക്യാൻസൽ ചെയ്ത് കളയുന്നു, ബാക്കി 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇല്ലയോ? സോ ഏരിയ റേഡിയസ് ആണുള്ള ഇക്വേഷൻ a/s, ഏരിയ കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. വലിയ കാര്യമൊന്നുമില്ലെന്ന്, ഈസി ആയിട്ട് ചെയ്തൊക്കെ പോകാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏകദേശം നമുക്ക് ആ തന്നിരിക്കുന്ന മോഡൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ഏതാനും ചില ചോദ്യങ്ങളാണ്. മറ്റു ചില ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ, അതായത് ഇതിന് മുന്നോടിയായിട്ടേക്കണം കുറെ ക്ലാസ്സുകൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെയും കോർഡിനേറ്റ്സിന്റെയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം കൂടെ ഒന്ന് കാണുക. അപ്പം കൂടുതൽ ക്ലാസ്സുകൾക്കും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് നമുക്ക് വീണ്ടും കാണാം. നന്ദി.